ചിലപ്പോൾ ഒരു ക്ഷീണം കൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. കാറ് മറിഞ്ഞ് അങ്ങനെ C7 ഇഞ്ചറി, ചെസ്റ്റിൻ്റെ താഴത്തോട്ട് സെൻസേഷൻ ഒന്നും ഉണ്ടാവില്ല. അത് വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു എല്ലാവരും. ഈ ഹുമയൂൺ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ തോക്കാത്ത ഒരാളാണ്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഹുമയൂൺ എവിടെയെങ്കിലൊക്കെ തോറ്റുപോയിട്ടുണ്ടോ? അല്ല, തോൽവികളിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് പഠിക്കാനും ഉണ്ടാവും. ഇനിയും തോൽക്കാതിരിക്കാനുള്ള അറിവുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ തോൽവികളിൽ നിന്നാണ്. ഉപ്പയ്ക്കൊരു അസുഖം വരികയും കരളിൻ്റെ ഒരു ഡോണറായിട്ട് അതെ മാറുകയും ചെയ്യും, വലിയ എന്നൊക്കെ എല്ലാവരും പറഞ്ഞൊരു വിഷയമാണ്. പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഡോണറിന് മരിക്കാൻ ചാൻസ് ഉണ്ട്, അത്രയും കാത്തു നിൽക്കാൻ ചിലപ്പം ഉപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ലാലേട്ടനെ കണ്ടാൽ കൈരളിയുടെ പരസ്യമായിട്ട് കണ്ടാൽ തന്നെ കൈരളിയുടെ പരസ്യമായിട്ടേ ഫീൽ ചെയ്യുന്നു എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വന്നു. ഒരാൾ വന്ന് ഒരു പ്രാവശ്യം കൈരളി എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതും വന്നിട്ട് കൈരളി മതി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അത് വളർന്നു വന്നു. അന്ന് ഒരു ലോഡ് കമ്പിയുമായിട്ട് പോയ കൈരളിയുടെ ഇന്നത്തെ വിറ്റുവരവ് എത്രയാണ്? ഓൾമോസ്റ്റ് 2,000 കോടി മൊത്തം. ഞങ്ങൾ ഏകദേശം 2-2.5 ലക്ഷം ടണ്ണാണ് ഞങ്ങളെ ഒരു വർഷത്തെ 2.5 ലക്ഷം ടൺ ആണ് ഞങ്ങളെ ഒരു വർഷത്തെ പ്രൊഡക്ഷൻ വരുന്നത്. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 2,000 കോടി വിറ്റുവരവ് നേടുക അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല കേരളത്തിൽ. അത് സാധിച്ചവരാവട്ടെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അത്തരത്തിലൊരു വ്യക്തിയാണ് ഇന്ന് സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിലുള്ളത്. 1929 മുതൽ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം. അതിന് കീഴിൽ നിന്ന് 2 ബ്രാൻഡുകളാണ് ആ ഒരു കുടുംബത്തിൽ നിന്നുള്ളത്. ഒന്നിൻ്റെ പേര് കൈരളി, മറ്റൊന്നിൻ്റെ പേര് കള്ളിയത്. ആ ബ്രാൻഡിൻ്റെ കൈരളി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ടുള്ള ഹുമയൂണാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഹുമയൂൺ, സ്പാർക്കിൻ്റെ വേദിയിലേക്ക് വളരെ സ്വാഗതം. താങ്ക് യു. ഹുമയൂണിൻ്റെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ് കള്ളിയത്ത് എന്ന് പറയുന്ന ഒരു ഫാമിലി. കാരണം തിരൂരാണ് നിങ്ങളുടെ ആസ്ഥാനമെങ്കിലും കേരളം ഒട്ടാകെ കള്ളിയത്ത് അറിയാം, അതുപോലെ കൈരളി അറിയാം. കൈരളി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഹുമയൂൺ. നിങ്ങളുടെ ഒരു ഫാമിലിയുടെ ഒരു ചരിത്രം എങ്ങനെയാണ് കച്ചവടത്തിലേക്ക് വരുന്നതെന്നുള്ളതൊന്ന് പറയാൻ പറ്റുമോ? എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കള്ളിയത്ത് അബ്ദുൽ ഖാദർ ഹാജി, അദ്ദേഹമാണ് ഒരു 1929 കള്ളിയത്ത് എന്നുള്ള പേര് രജിസ്റ്റർ ചെയ്ത്. അദ്ദേഹത്തിന് ഈ അരി, പഞ്ചസാര, ഹാർഡ്വെയറിൻ്റെ ബിസിനസ്, ആണിയുടെ ബിസിനസ്, പിന്നെ കുറച്ച് കൃഷി കാര്യങ്ങൾ, ഇതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ബ്രദറുണ്ട്. ഇവർ 2 പേര്, ഒരു കള്ളിയത്ത് ഖാലിദ് ഹാജിയും കള്ളിയത്ത് ബാബ ഹാജി, ഈ 2 പേരും കൂടിയായിട്ടാണ് ഈ സ്റ്റീലിൻ്റെ ബിസിനസ്സിലേക്ക് വരുന്നത്, അതിൻ്റെ റീറ്റെയിലോട്ട് വരുന്നത്. അത് 1970 കാലഘട്ടത്തിലാണ് അവർ സ്റ്റീൽ റീറ്റെയിലിംഗ് തിരൂരിൽ തുടങ്ങുന്നത്. 1970 കാലഘട്ടത്തിൽ. അങ്ങനെ ഒരു 1975 ശേഷം എൻ്റെ ഫാദർ അവിടെ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ജോയിൻ ചെയ്യുകയും തിരൂരിൽ തന്നെ റീറ്റെയിൽ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോയി. അങ്ങനെ ഒരു 1980s ഞാനൊക്കെ ജനിക്കുന്നതിൻ്റെ മുന്നേ എൻ്റെ ഫാദർ കാലിക്കറ്റിലേക്ക് ഒരു ട്രേഡിംഗ് തുടങ്ങാനും വേണ്ടിയിട്ട്, സ്റ്റീൽ ട്രേഡിംഗ് തുടങ്ങാനും വേണ്ടിയിട്ട് അദ്ദേഹം കോഴിക്കോടേക്ക് വരികയാണ് ചെയ്തത്. 1980s എൻ്റെ ജനനവും. ഞാൻ ജനിച്ചതൊക്കെ തിരൂരാണ്. അങ്ങനെ 1980s ഫാദർ ഇവിടെ ട്രേഡിംഗ് തുടങ്ങി. ഉപ്പ ഒരു 95 ആയപ്പോഴാണ് സ്വന്തമായിട്ട് ഈ ട്രേഡിംഗ് ചെയ്യുന്നതിന് പകരം സ്വന്തമായിട്ടൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് തുടങ്ങാം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ കഞ്ചിക്കോട്, പാലക്കാട് ഒരു 2000 കൈരളി സ്റ്റീൽസും കാശ സ്റ്റീൽസും എന്ന് പറഞ്ഞിട്ടുള്ള 2 കമ്പനി തുടങ്ങുന്നത്. ഈ ബ്രാൻഡിന് വേണ്ടിയിട്ട് ഈ തിരൂരിൽ നിന്ന് കോഴിക്കോടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ സ്വന്തമായിട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെന്തായിരുന്നു ഒരു മൂലധനം? എത്ര രൂപയുമായിട്ടാണ് ബാപ്പ പോകുന്നത്? എൻ്റെ ഗ്രാൻഡ് ഫാദർ അദ്ദേഹത്തിന് ഒരു ലോഡ് കമ്പി കടമായിട്ട് കൊടുത്തു എന്നുള്ളതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് വെച്ചിട്ടാണ് അദ്ദേഹം തുടങ്ങിയത്. പിന്നെ ഈ സപ്ലയേഴ്സിൻ്റെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ നല്ല സപ്പോർട്ട് ഉപ്പാക്കുണ്ടായിരുന്നു. ഉപ്പാൻ്റെ ആ ഒരു ആക്റ്റീവ്നെസ്സും ബിസിനസ്സിനോടുള്ള താല്പര്യവും പിന്നെ ആ ഒരു സത്യസന്ധതയൊക്കെ കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് നല്ല സപ്പോർട്ട് എല്ലാ സപ്ലയേഴ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് ക്രെഡിറ്റും കാര്യങ്ങളൊക്കെ ഉപ്പാക്ക് വേണ്ടിയിട്ട് കൊടുക്കുമായിരുന്നു. പക്ഷേ ഉപ്പ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അവരുടെ പണങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു എൻ്റെ ഉപ്പാടെ ഒരു ട്രേഡിംഗ് ബിസിനസ് ഉണ്ടായിരുന്നു. ഒരു ലോഡ് കമ്പിയും ട്രസ്റ്റും ആയിരുന്നു കോഴിക്കോടേക്ക് കൊണ്ടുപോയത്. ഒരു ട്രസ്റ്റും ഒരു ലോഡ് കമ്പിയുമാണ് കൊണ്ടുപോയത്. അതാണ് മൂലധനം. ആ മൂലധനത്തിൽ നിന്നാണ് പതുക്കെ ഓരോന്നായിട്ട് നേടിയെടുക്കുന്നത് തുടങ്ങിയത്. ആ കാലത്ത് സൗത്ത് ഇന്ത്യയിൽ തന്നെ
അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ഉപ്പാക്ക് ഇട്ട ഒരു പേരായിരുന്നു ദ അയൺ മാൻ ഓഫ് കേരള. അത്രയും ട്രേഡിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്വാണ്ടിറ്റി വോളിയം ട്രേഡിങ് എൻ്റെ ഉപ്പാക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത്രയധികം കച്ചവടം ചെയ്യുന്നുണ്ടായിരുന്നു. അതൊരു 2000-ലാണ് ഒരു പ്ലാന്റൊക്കെ ആയിട്ട് രൂപീകരിക്കുന്നത്. അതെ, അങ്ങനെ 2000-ലാണ് കഞ്ചിക്കോട് ഞങ്ങൾ കൈരളി സ്റ്റീലും ഗാഷ സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുള്ള 2 കമ്പനി തുടങ്ങുന്നത്. ഗാഷ, കൈരളി. കൈരളി എന്ന് പറയുമ്പോൾ കേരളം, ഗാഷ എന്ന് പറയുമ്പോൾ ഗഫൂറിൻ്റെ ഗായും ഉപ്പാടെ അനിയനാണ് നൂർഷ. ഇവർ 2 പേരും കൂടിയാണ് കമ്പനി തുടങ്ങുന്നത്. ഗഫൂറിൻ്റെ ഗായും നൂർഷയുടെ ഷായും കൂടിയാണ് ഗാഷ പ്രദേശത്തിൻ്റെ പേരാണ്. അങ്ങനെ 2 കമ്പനിയായിട്ടാണ് തുടങ്ങുന്നത്. ഇത് വലിയൊരു ചരിത്രം ഉറങ്ങുന്ന ഒരു വീട്ടിലാണ് ഹുമയൂണിൻ്റെ ജന്മം എന്ന് പറയാം. വലിയൊരു ഫാമിലിയാണ്. അത് ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഭാഗ്യമാണ്. ഹുമയൂണിൻ്റെ ജീവിതമൊക്കെ തിരൂരാണോ കോഴിക്കോടാണോ, എങ്ങനെയാണത് തുടങ്ങുന്നത്? ഞാൻ ജനിച്ചത് കോഴിക്കോടാണ്. 2 വർഷത്തോളം ഞാൻ തിരൂരായിരുന്നു. എനിക്ക് ഓർമ്മയില്ലാത്ത സമയങ്ങളായിരുന്നു 2 വയസ്സ് വരെ. അത് കഴിഞ്ഞ് ഞാൻ പഠിച്ചതൊക്കെ കോഴിക്കോട് NSS സ്കൂളിലാണ്. എൻ്റെ പ്രീ KG, പിന്നെ 6ാം ക്ലാസ് വരെ. അത് കഴിഞ്ഞ് സിൽവർ ഹിൽസിൽ ഒരു 3 വർഷം, 8ാം ക്ലാസ് വരെ. 3 വർഷം മാറിയുന്ന 2 വർഷം, 6, 7, 8 സിൽവർ ഹിൽസിൽ. അത് കഴിഞ്ഞ് നിലമ്പൂർ ബോർഡിങ്ങിലായിരുന്നു, PV's പബ്ലിക് സ്കൂൾ. അവിടെയായിരുന്നു ഞാൻ പഠിച്ചത് +2 വരെ, 8th മുതൽ. പിന്നെ ഫറൂഖ് കോളേജിലാണ് എൻ്റെ ഡിഗ്രി BBA ഞാൻ ചെയ്തത്. പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ്റർനാഷണൽ ബിസിനസ് ചെയ്തത് സ്കോട്ട്ലാൻഡിലാണ്. ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും കച്ചവടത്തിൽ, അച്ഛൻ്റെ ബാപ്പയുടെ കച്ചവടത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇൻവോൾവ് ആയിട്ട് കച്ചവടങ്ങൾ ചെയ്തിട്ടുണ്ടോ? അതെ, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുമ്പോഴാണ് ഹുമയൂൺ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് സ്വന്തമായിട്ടൊരു ട്രേഡിംഗ് ഫേം ഉണ്ടായിരുന്നു. ഹുമയൂൺ ആൻഡ് അസോസിയേറ്റ്സ് സ്വന്തം പേരിൽ തന്നെ ഒരു ബ്രാൻഡ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. അതെ, ബ്രാൻഡല്ല, ഒരു ട്രേഡിംഗ് ഫേം സ്റ്റാർട്ട് ചെയ്തു. അതിൽ എല്ലാ മെറ്റീരിയലും ട്രേഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ഞങ്ങളുടെ കമ്പനിയിൽ നിന്നുള്ള മെറ്റീരിയലിന് പുറമെ മറ്റുള്ള മാനുഫാക്ചറേഴ്സിൻ്റെ മെറ്റീരിയലും ഞാൻ കേരളത്തിലും തമിഴ്നാട്ടിലും ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ TMT അല്ലാത്ത തന്നെ ഒരുപാട് MS മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പം പട്ട, ആംഗിള്, ചാനല്, വയേഴ്സ്, വയർ റോഡ്സ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് സംഗതികളുണ്ട്. ഇതെല്ലാം ട്രേഡിങ് എപ്പോഴും ഹുമയൂൺ അസോസിയേറ്റ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ +2 കഴിയാന്ന് പറയുമ്പോൾ ഏകദേശം 17-18 വയസ്സ് പ്രായം. കയ്യിൽ എവിടെ നിന്നാ കാശ്? ഒരു കച്ചവടം തുടങ്ങണമെങ്കിൽ കയ്യിൽ കുറച്ച് കാശ് വേണമല്ലോ. അപ്പോൾ അത് നല്ല ഫാമിലിയാണ്. അപ്പോൾ ബാപ്പയുടെ നിന്ന് മേടിച്ചിട്ട് അങ്ങ് തുടങ്ങിയോ? അല്ലല്ല, അന്നും ഇതേപോലെ വല്യപ്പ ഉപ്പാക്ക് ചെയ്തതുപോലെ തന്നെ എനിക്ക് പക്ഷേ 5 ലോഡ് കമ്പി കടമായിട്ട് തന്നായിരുന്നു. 5 ലോഡ് കമ്പി കടം തന്നു. അത് ഒരു വർഷം വരെ ആ കടം എൻ്റെ കയ്യിൽ ഇരുന്നോട്ടെ എന്നുള്ള ലെവലിൽ തന്നു. അത് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയോട് കൂടി തന്നെയാണ് തന്നത്. അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെയായിരുന്നു ഹുമയൂൺ അസോസിയേറ്റ്സ് തുടങ്ങിയത്. ഉപ്പ പോയതുപോലെ തന്നെ കമ്പിയും ട്രസ്റ്റും ആയിട്ടാണ് ഹുമയൂൺ മാർക്കറ്റിലേക്ക് വരുന്നത്. ആ ഒരു ലെഗസി എന്തായാലും നമുക്ക് മാർക്കറ്റിലുണ്ടല്ലോ. അങ്ങനെ ഗഫൂറിൻ്റെ മകൻ ഹുമയൂൺ എന്നുള്ളൊരു ലെഗസിയും ആളുകളുടെ സപ്പോർട്ടും നന്നായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. എത്ര ടേൺ ഓവർ ചെയ്തു ആദ്യ വർഷത്തിൽ? ഫസ്റ്റ് വർഷമൊക്കെ വളരെ കുറവായിരുന്നു. ഫസ്റ്റ് വർഷമൊക്കെ ഒരു 3-4 കോടി രൂപയുടെ ടേൺ ഓവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു 3-4 വർഷം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ 3ാമത്തെ വർഷം തന്നെ 100 കോടി ഹുമയൂൺ അസോസിയേറ്റ്സിൽ ടേൺ ഓവർ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3-ൽ നിന്ന് 100-ലേക്ക് 3 വർഷം കൊണ്ട് എത്തിച്ചു. 100 കോടിയിലേക്ക് 3 വർഷം കൊണ്ടെത്തി. എന്തെങ്കിലും സൂത്രവാക്യമൊക്കെ ഉണ്ടായിരുന്നു? മെയിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ട്രേഡിങ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് മാർജിൻ വളരെ കുറച്ച് ടേൺ ഓവർ മാക്സിമം ചെയ്യുക എന്നുള്ളൊരു തന്നെ മെയിൻ ഒരു ലക്ഷ്യം തന്നെയായിരുന്നു. മാർജിൻ വളരെ കുറവായിരുന്നു, പക്ഷേ നല്ല ടേൺ ഓവർ ചെയ്യണം എന്നുള്ളത് എനിക്കൊരു അജണ്ട ഉണ്ടായിരുന്നു. ആദ്യത്തെ വർഷം ബാപ്പാടെ കാശ് തിരിച്ചു കൊടുത്തു. ടേൺ ഓവർ കൂട്ടി, അത്യാവശ്യം കാശൊക്കെ ആയി. തെറ്റില്ലാത്ത. അപ്പൊ പഠിക്കുവാണ് ആ സമയത്ത്? BBA പഠിക്കണം. ഫറൂഖ് കോളേജിൽ ഇരുന്നിട്ട് തന്നെ ഞാൻ ഓർഡർ എടുക്കാറുണ്ടായിരുന്നു. ക്ലാസ് റൂമിൽ ഇരുന്നിട്ട് ബ്രേക്ക് ടൈമിൽ ഓർഡർ എടുക്കാറുണ്ടായിരുന്നു. അന്ന് എൻ്റെ ഒരു HOD അബ്ദുള്ള പെരിങ്ങാട്ട് സാറായിരുന്നു. അദ്ദേഹം എന്നെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. കച്ചവടം ചെയ്യുമ്പം നല്ല കച്ചവടം, പഠിക്കുന്ന സമയത്ത് തന്നെ കച്ചവടം ചെയ്യുന്നത് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. അതിലൊരാൾ ഞാനായപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോത്സാഹനം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പ്രോത്സാഹനമൊക്കെ കിട്ടി മുന്നോട്ട് പോയി. അപ്പോൾ ഈ സ്കോട്ട്ലാൻഡിലേക്ക് പോയെന്ന് പറഞ്ഞതിന് ശേഷം? അതെ. അപ്പോൾ ഈ സമയത്ത് കച്ചവടമൊക്കെ ഹുമയൂൺ അസോസിയേറ്റ്സ് നിർത്തിയിട്ടാണോ? അല്ലല്ല, എൻ്റെ മദറിൻ്റെ ബ്രദർ എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിട്ട്, പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെയാണെങ്കിലും ഡെയിലി റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ എനിക്ക് മെയിൽ വരും.
അന്നത്തെ സെയില് കാര്യങ്ങൾ എല്ലാം, P&L അക്കൗണ്ട് റിവ്യൂ, മീറ്റിങ്ങിലുണ്ടായിട്ടുള്ള റിപ്പോർട്ട്സ് കാര്യങ്ങളെല്ലാം മെയിൽ വരുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഒരു സിസ്റ്റം ആക്കിയിട്ടാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷന് പോയത്. കോഴിക്കോട് നിന്ന് നിലമ്പൂർ കഴിഞ്ഞ് വീണ്ടും ഫറൂഖ് കോളേജ്, അവിടെ നിന്ന് സ്കോട്ട്ലാൻഡ് എന്ത് പഠിപ്പിച്ചു? സ്കോട്ട്ലാൻഡിൽ ഞാൻ അവിടെ പഠിക്കാൻ പോയത് MSc ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് പഠിക്കാൻ പോയത്. പഠിച്ചു പാസ്സായി. പക്ഷേ അവിടുന്ന് പഠിക്കാൻ ഒരുപാട് നല്ല എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ അവിടെ ഞാൻ ഇവിടുന്ന് ഒരു എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ടാണ് സ്കോട്ട്ലാൻഡിലേക്ക് പോയത്. ബാപ്പയോട് ചോദിച്ചാൽ കാശ് കിട്ടുമായിരുന്നു? ഇല്ല, ബാപ്പ തന്നില്ല, തരില്ല എന്ന് പറഞ്ഞു. നിനക്ക് പഠിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ നീ ഒരു എഡ്യൂക്കേഷണൽ ലോൺ എടുത്തിട്ട്, ആ ലോൺ ഞാൻ തന്നെ അടച്ചു വീട്ടിയത്. അപ്പം ഞാൻ അവിടുന്ന് എനിക്ക് കുറച്ച് കാശിൻ്റെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫാദറിനെ ഫോണിൽ വിളിച്ചു, എനിക്ക് ഇങ്ങനെ കുറച്ച് പൗണ്ട്സ് ഇങ്ങനെ അയച്ചു തരണം, ഈ പ്രാവശ്യം ഞാൻ അയച്ചു തരും, അടുത്ത പ്രാവശ്യം നീ തന്നെ ജോലി കണ്ടുപിടിച്ചിട്ട് അവിടത്തേക്കുള്ള ചിലവിനുള്ള കാശ് നീ തന്നെ ഉണ്ടാക്കണമെന്ന് എന്നോട് പറഞ്ഞു. കട്ടായം പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവിടെ ഒരു സ്പേസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടുക്കള ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്തു. അവരുടെ മാർക്കറ്റിങ്ങിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. അവിടെ നല്ലൊരു എക്സ്പോഷറായിരുന്നു. ഒരുപാട് ആൾക്കാരോടും ഒരുപാട് സംസാരങ്ങളും കാര്യങ്ങളും. മാർക്കറ്റിങ്ങിലാവുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു മെറ്റീരിയൽ വിൽക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് തത്രപ്പാടുകളിലും നമുക്ക് ടാർഗറ്റ്സ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. പിന്നെ ഞാൻ അവിടെ ഷെല്ലിൽ കുറച്ച് കാലം അക്കൗണ്ട്സിലുണ്ടായിരുന്നു. അവിടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വേർത്ത് കാശ് കിടന്നൊരവസ്ഥയായി, പണിയെടുത്ത് കാശ് മേടിക്കുകയാണ്. ഇവിടുന്ന് കാശ് അയച്ചില്ലെങ്കിൽ അവിടെ പോകണല്ലോ. അല്ല, അത് ബാപ്പ വലിയൊരു പാഠമാണ് കേട്ടോ പറഞ്ഞത്. ശരിക്കും ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പാഠമായിരിക്കും അത്. തീർച്ചയായിട്ടും. അവിടെ പറ്റുന്നില്ലെങ്കിൽ നീ തിരിച്ചു പോരുമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ടിക്കറ്റിനുള്ള കാശ് വേണമെങ്കിൽ ഞാൻ അയച്ചു തന്നു. മകൻ പേടണ്ട, അവൻ നിൽക്കട്ടെ, ഒരു ജീവിതാനുഭവം ആവട്ടെ എന്ന് കരുതി. പിന്നെ അവിടെ അത് കഴിഞ്ഞ് ഫാദർ പിന്നെ തിരിച്ചു വിളിക്കുകയാണ് ചെയ്തിരുന്നത്. എനിക്ക് അവിടെ ഒരു FTI ഫ്രഷ് ടാലൻറ്റ് ഇനീഷ്യേറ്റീവിൽ എനിക്കൊരു 2 years അവിടെ വർക്കിംഗ് വിസ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിൽക്കേണ്ട, അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വന്ന് ഇവിടെ ബിസിനസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയായിരുന്നു. മകൻ പരീക്ഷയൊക്കെ പാസ്സായി, ഇനി തിരിച്ചു വരാൻ പറഞ്ഞു. ഏത് വർഷമാണ് തിരിച്ചു വരുന്നത്? ഞാൻ 2005 ഇവിടെ വന്നത്. അന്നും ഹുമയൂൺ അസോസിയേറ്റ്സ് അവിടെ ഉണ്ട്? ഇപ്പോഴും ഉണ്ട്. ഹുമയൂൺ അസോസിയേറ്റ്സ് ഇപ്പോഴും ട്രേഡിംഗ് ഫേം അത് അങ്ങനെ നടന്നു. എത്ര ടേൺ ഓവർ ചെയ്യുന്നുണ്ട്? ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. 100 കോടിക്ക് മുകളിൽ അതിൽ വിറ്റുവരവുണ്ട്. ആ കമ്പനി അവിടെ നിൽക്കെ തന്നെ എന്തിലേക്ക് വന്ന് ജോയിൻ ചെയ്തു? ഞാൻ കൈരളിയിലേക്ക് വന്ന് ജോയിൻ ചെയ്തു. 2005 ഞാൻ വന്നത്. ഒരു 2006 എൻ്റെ വിവാഹം കഴിഞ്ഞു. 2007 മകള് ജനിച്ചു. കൈരളി വേണ്ട ഓരോ വർഷം ഓരോ അച്ചീവ്മെൻ്റാണ്. ഈ കൈരളിയിലേക്ക് വരുന്നു, അതുവരെ നിങ്ങൾ ട്രേഡേഴ്സാണ്. അന്ന് കൈരളി വലിയ ബ്രാൻഡായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായിരുന്നു കൈരളിയുടെ ഒരു വ്യത്യാസം? എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നപ്പോൾ? കൈരളി അല്ലെങ്കിൽ 2000 കാലഘട്ടങ്ങളിലൊക്കെ തുടങ്ങിയിട്ടുള്ള ഒട്ടുമിക്ക കമ്പനികളും പണ്ട് പിരിക്കമ്പി ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. കൈരളിയും തുടങ്ങിയത് ഒരു പിരിക്കമ്പി ഉണ്ടാക്കുന്ന കമ്പനിയായിരുന്നു. അന്ന് മാർക്കറ്റിൽ TMT ആയിരുന്നില്ല. TMTക്ക് പകരം പിരിക്കമ്പി ആയിരുന്നു. ഈ പിരിക്കമ്പി മാർക്കറ്റിൽ നിന്ന് പിന്നെ അത് മാഞ്ഞു പോകുന്നത് ഏകദേശം 2007 ഞാൻ വന്ന് ജോയിൻ ചെയ്തതിൻ്റെ ശേഷം 2007 2 വർഷത്തോളമേ ഈ പിരിക്കമ്പി ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും ഈ ഇതിലോട്ട് TMTയിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ TMT മാർക്കറ്റിലേക്ക് വന്നത്. TMT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെർമോ മെക്കാനിക്കൽ ട്രീറ്റഡ് ബാർസ് എന്നുള്ളതാണ്. അതൊന്ന് വ്യക്തമാക്കാം, എന്താണ് TMT എന്ന്? എനിക്കും എല്ലായിടത്തും പറയാറുണ്ട് TMT ബാർ, TMT കമ്പി. എന്താ ശരിക്കും ഈ TMT എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചൂടുള്ളൊരു മെറ്റൽ പെട്ടെന്ന് ടെമ്പർനെസ് കൂട്ടാനും വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ കത്തിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പഴുപ്പിച്ചിട്ട് പെട്ടെന്ന് വെള്ളത്തിലേക്ക് മുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ടെമ്പർനെസ് കൂട്ടണം. ആ ഒരു പ്രോസസ്സിനാണ് ആക്ച്വലി തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് വേറൊരു ടെക്നിക്കൽ ടേം എന്ന് പറഞ്ഞാൽ ക്വെഞ്ചിങ് എന്ന് പറയും. ഈ എൻജിനീയേഴ്സിനൊക്കെ അവർ പഠിക്കുന്നത് ക്വെഞ്ചിങ് എന്നുള്ള ഒരു മെത്തേഡാണ്. അതിനാണ് TMT. അത് കുറച്ചും കൂടിയും ഇംപ്രവൈസ് ചെയ്ത് കമ്പ്യൂട്ടറൈസ് ചെയ്തിട്ടാണ് നമ്മൾ TMT പ്രൊഡക്ഷനിൽ നമ്മൾ ഈ തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് ഈ TMTക്ക് കൊടുക്കുന്നത്. അവിടെയാണ് നമ്മൾ ഈ ടെമ്പർനെസ് വരുന്നത്. നമ്മളിപ്പം പറയുന്നുണ്ടല്ലോ, കമ്പിക്ക് 500 ഗ്രേഡ് വേണം, 550 ഗ്രേഡ് വേണം, 600 ഗ്രേഡ് വേണം. അതാണ് ഈ TMT ബോക്സിൽ, തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് ബോക്സിൽ നമ്മൾ അറൈവ് ചെയ്യുന്നത്. ഇപ്പോൾ 600 ആണെന്നുണ്ടെങ്കിൽ 600, 550 ആണെങ്കിൽ അത് നമ്മൾ PLC സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വാട്ടർ പ്രഷർ ഈ കമ്പിക്ക് കൊടുക്കുമ്പോഴാണ് ഈ ഗ്രേഡ്സ് എല്ലാം ഫോം ചെയ്യുന്നത്. ആക്യുറേറ്റ് ആയിരിക്കും. അതെ. അങ്ങനെ അത് നമ്മളെ ഇത് തണുപ്പിക്കുന്നു. ചൂടായ സാധനം പെട്ടെന്ന് തണുപ്പിച്ചിട്ട്
നമ്മൾ ഒരു പ്രൊസീജിയറിലൂടെ അതായത് കമ്പി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കൈരളിയിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെൽറ്റിങ് കഴിഞ്ഞു, നമ്മൾ അയണോറ് ഇതെല്ലാം മെൽറ്റിംഗ് മോൾട്ടൺ 1800 ഡിഗ്രിയിൽ മെൽറ്റ് ചെയ്യുന്നു. അത് മെൽറ്റ് ചെയ്ത് ഒരു വലിയൊരു ലാഡിലേക്ക് പോർ ചെയ്തിട്ട് ഈ ലാഡിൽ കാർ പോയിട്ട് ഒരു കണ്ടിന്യൂസ് കാസ്റ്റിംഗ് മെഷീനുണ്ട്. അതിൽ ബില്ലറ്റ് കാസ്റ്റായിട്ട് വരും. ഈ മോൾട്ടൺ മെറ്റൽ ബില്ലറ്റ് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു ബില്ലറ്റ് ഷേപ്പിൽ ഇങ്ങനെ വരും. അത് ഒരു 1200 ഡിഗ്രി ആകുമ്പോഴാണ് TMT പ്രൊഡക്ഷനിലേക്ക് പോകുന്നത്. ഓട്ടോമാറ്റിക് കൂളായിട്ട് വരുമ്പം 1200 ഡിഗ്രി ആകുമ്പം ഈ ബില്ലറ്റ് നേരെ TMT പ്രോസസ്സിലേക്ക് പോകുന്നു. ഇപ്പം സപ്പോസ് നമ്മളിപ്പം 10 mm TMT ആണെന്ന് പ്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബില്ലറ്റ് ആദ്യം ഒരു യൂഷ്വൽ സൈസ് ഇറ്റ് വിൽ ബി അറൗണ്ട് 110 mm ബില്ലറ്റ് ആയിരിക്കും. ഇത് ആദ്യം ഓരോരോ മേഖലകളിലൂടെ കടന്നുപോയി ഈ 10 mm തിക്നെസ്സിലേക്ക് വരും, TMTൻ്റെ തിക്നെസ്സിലേക്ക് വരും. അപ്പോഴും ഇതിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം ഒരു 700 to 800 ഡിഗ്രി ആയിരിക്കും കമ്പി. TMT ബോക്സ് ഇപ്പം നമ്മുടെ കമ്പനിയിലൊക്കെ ഉപയോഗിക്കുന്നത് തെർമക്സ് TMT ബോക്സ് ആണ്. TMT ബോക്സിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ അതിൻ്റെ ടെമ്പറേച്ചർ റീഡ് ചെയ്യും, എൻട്രി ടെമ്പറേച്ചർ റീഡ് ചെയ്യും, എക്സിറ്റ് ടെമ്പറേച്ചറും റീഡ് ചെയ്യണം. ഈ TMT ബോക്സിലേക്ക് കയറുമ്പം ഈ TMT ബോക്സിനകത്ത് ഹൈ പ്രഷറിൽ വെള്ളം ഈ കമ്പിയുടെ മുകളിലേക്ക് ചീറ്റിക്കൊണ്ടിരിക്കുക. പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മേത്ത് കൂടെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നെഞ്ച് ഓട്ടായി പോകും. അത്രയും ഹൈ പ്രഷറിലാണ് വെള്ളം ചീറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ സിസ്റ്റത്തിൽ അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പം നമുക്ക് ഇന്ന് 550 ഗ്രേഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ സിസ്റ്റത്തിൽ പോയിട്ട് 550ൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ വാട്ടർ പ്രഷറായിരിക്കും ഈ TMT ബോക്സിൽ വരിക. ഇപ്പോൾ 600 ആണെന്നുണ്ടെങ്കിൽ 600, ഇനിയിപ്പോൾ 1000 വേണമെന്നുണ്ടെങ്കിൽ ആ വാട്ടർ പ്രഷർ നമ്മൾ സിസ്റ്റത്തിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വാട്ടർ പ്രഷർ ഇതിൽ വരും. അപ്പം ഈ 800 ഡിഗ്രിയുള്ള ഈ മെറ്റീരിയൽ ഒരു സെക്കൻഡിലാണ് ടെമ്പറേച്ചർ കുറഞ്ഞിട്ട് റൂം ടെമ്പറേച്ചറിലോട്ട് വരുന്നത്. ഓൾമോസ്റ്റ് ഒരു 40 to 50 ഡിഗ്രിയിലേക്ക് പെട്ടെന്ന് കോൾഡ് ആക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഓട്ടോമാറ്റിക് കൂളിംഗ് ബെഡിലേക്ക് വരുന്നത്. ഈ ഓട്ടോമാറ്റിക് കൂളിംഗ് ബെഡിൽ കമ്പി വന്നിട്ട് നമ്മുടെ കൈരളിയുടെ മാത്രം പ്രത്യേകതയാണ്, ബാക്കിയുള്ള ഒട്ടുമിക്ക കമ്പനികളിലും ഓട്ടോമാറ്റിക് കൂളിംഗ് ബെഡല്ല. ഈ ഓട്ടോമാറ്റിക് പ്രോസസ്സേ അല്ല, എൻറ്റയർലി ഡിഫറെൻറ്റ് പ്രോസസ്സിലാണ് ബാക്കിയുള്ള ഒട്ടുമിക്ക കമ്പനികളിലൊക്കെ പ്രൊഡക്ഷൻ എടുക്കാറുള്ളത്. ഈ ഓട്ടോമാറ്റിക് കൂളിംഗ് ബെഡിൽ കമ്പി വന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കമ്പികൾ തമ്മിൽ പരസ്പരം തട്ടുന്നില്ല, പ്രൊഡക്ഷൻ ആയിട്ടുള്ള കമ്പി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് നമ്മൾ കൂളിംഗ് ആവുന്നു. ഈ കൂളിംഗ് ആകുമ്പം ഈ ഔട്ടർ സർഫേസ് തണുത്തിരിക്കുകയാണ്. കമ്പിയുടെ നടുവിൽ അപ്പോഴും കോറിൽ, ഇപ്പം നമ്മൾ ഭൂമിയെ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂമിയുടെ നടുവിൽ ഒരു ചൂടുണ്ടല്ലോ എന്നതുപോലെ തന്നെ ഈ കമ്പിയുടെ നടുവിൽ ഹീറ്റ് കിടക്കുന്നുണ്ട്, അപ്പോഴും ചൂട് കിടക്കുന്നുണ്ട് കോറിൽ. ആ ഹീറ്റ് ഈക്വലായിട്ട് പുറത്തോട്ടേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ കംപ്ലീറ്റ് TMT പ്രോസസ്സ് അവിടെ നടക്കുന്നുള്ളൂ. അപ്പോഴേ TMT പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആകുന്നുള്ളൂ. ഇത് എത്ര നേരം എടുക്കുന്ന ഒരു പ്രോസസ്സ് ഇതെല്ലാം കൂടെ? 40 സെക്കൻഡ്സ്. 40 സെക്കൻഡിൽ ഇത് തീരും. ഒരു കമ്പി ആകാൻ 40 സെക്കൻഡ് മതി. ബില്ലറ്റിൽ നിന്ന് 40 സെക്കൻഡിനെ കൊണ്ടാണ് മെറ്റീരിയൽ TMT ഇതിലേക്ക് വരുന്നത്. 40 സെക്കൻഡ്, അത്രയും ഹൈ സ്പീഡ് മില്ലാണ്. അത്ര ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിലാണ് കൈരളി TMTയിൽ ഇപ്പോൾ പ്രൊഡക്ഷൻ നടന്നത്. അപ്പോൾ ആ സമയത്ത് എല്ലാവരും തന്നെ ഇങ്ങനെ ഒരു TMTയിലേക്ക് ചേഞ്ച് ചെയ്യുന്നു. അവിടെ കൈരളി എന്തുകൊണ്ടാണ് ബ്രാൻഡായത്? ബാക്കി എല്ലാവരും തന്നെ പരിപാടി ചെയ്യുന്നുണ്ടല്ലോ. കൈരളി എൻ്റെ ഉപ്പാക്ക് വളരെയധികം നല്ലൊരു വിഷനായിരുന്നു കൈരളി എന്നുള്ളത്. അതായത് നമ്മൾ ഇപ്പം ഇത്രയും മാർക്കറ്റ് ചെയ്ത സ്ഥിതിക്ക് ഇനി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊടുക്കണം എന്നുള്ളത് ഉപ്പാൻ്റെ ഒരു ഡ്രീം തന്നെയായിരുന്നു. അത് ബാക്കിയുള്ളവർ നമ്മൾ കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലൊരു ക്വാളിറ്റി അത് കൈരളിയിൽ നിന്നായിരിക്കണം എന്നുള്ള ആ ഒരു വാശി ഉപ്പാക്കുണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ കൈരളിയിലാണ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ പ്രൊഡക്ഷൻ. ഇപ്പം ഇന്ന് കേരളത്തിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ളത് കൈരളിയിലാണ്. പക്ഷേ കൈരളി ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റ്, അതായത് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റ് വേറെ ആർക്കുമില്ല. എല്ലാവരും പ്രൊഡക്ഷൻ നടത്തുന്നത് ഒരു സെക്കൻഡറി മെറ്റീരിയൽ മേടിച്ചിട്ട് അത് റീഹീറ്റ് ചെയ്തിട്ടാണ് TMT പ്രോസസ്സിലേക്ക് പോകുന്നത്. കൈരളിയെ സംബന്ധിച്ചിടത്തോളം right from the raw material, iron ore, we are getting the end product as TMT.
അപ്പം അവിടെ ഉണ്ടാകുന്ന ഒരു ഗുണം എന്താണെന്ന് കൈരളിയെ അതിൽ വ്യത്യാസപ്പെടുത്തുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കൺസിസ്റ്റൻസി ഇൻ ക്വാളിറ്റി. അതായത് അവിടെ എന്ത് ക്വാളിറ്റി വേണം എന്നുള്ളത് എനിക്ക് തീരുമാനമെടുക്കാം. കാരണം എല്ലാ റോ മെറ്റീരിയലും റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ടിങ് വരുന്നത് കൈരളി നിന്നാണ്. നേരെ മറിച്ച് ബാക്കിയുള്ളവരോ അല്ലെങ്കിൽ ബാക്കിയുള്ളൊരു സെക്കൻഡറി പ്രൊഡ്യൂസറോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ റോ മെറ്റീരിയൽ മേടിക്കുന്നത് അവർ ഒരു സെക്കൻഡറി പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി വേറെ പുറമേ നിന്നാണ് ബില്ലറ്റ് മേടിക്കുന്നത്. അപ്പം അവർക്ക് ഏത് ക്വാളിറ്റിയിലാണോ ബില്ലറ്റ് കമ്പനിയിലേക്ക് വരുന്നു ആ ക്വാളിറ്റിയിൽ അവർ സാറ്റിസ്ഫൈ ആകാൻ നിർബന്ധിതരാണ്. അതിൽ ഈ പറയുന്ന ക്വാളിറ്റികളൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. നമ്മൾക്ക് ആ ക്വാളിറ്റി കൺസിസ്റ്റൻസി അവിടെ കിട്ടാൻ പ്രയാസമാണ്. കൈരളി അത്തരത്തിലുള്ളൊരു കമ്പനി ആയിരുന്നു. പക്ഷേ ഇപ്പം ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ് പ്ലാൻ അതാണ് എൻ്റെ ഉപ്പ ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു നമ്മളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാനുള്ള പ്രത്യേകിച്ചിട്ടുള്ളൊരു കാരണം അതാണ്. ആ ഉപ്പയുടെ ആ ഒരു വിഷൻ, ഏറ്റവും ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റ് വേണമെന്നുള്ള ആ ഒരു വിഷൻ, അതാണ് നമ്മൾ മാറ്റി നിർത്തുന്നത്. തീർച്ചയായിട്ടും വളരെ കേൾക്കുമ്പോൾ തന്നെ വളരെ കൗതുകം ഉണർത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഞാനൊരു കസ്റ്റമറാണെന്ന് കരുതുക, എൻ്റെ കസ്റ്റമറാണെന്ന് കരുതുക, ഒരു കമ്പി കാണുമ്പോൾ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇല്ല, കാരണം നമ്മളിപ്പോൾ ഒരു 916 എന്ന് പറഞ്ഞാൽ 916 ആണ്. അതെ. ഒരു PH മൂല്യം 4 എന്ന് പറയുന്നത് 4 അതുപോലൊരു മാനദണ്ഡം കമ്പിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ 550 എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഒരു കസ്റ്റമർക്ക് ഇത് വാങ്ങാൻ പറ്റും? നമ്മൾ ഇപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് മെറ്റീരിയൽ പുറമേ നിന്ന്, ഇപ്പോൾ കേരളത്തിൻ്റെ പുറമേ സ്റ്റേറ്റുകളിൽ നിന്ന് ഒരുപാട് 100ഓളം ബ്രാൻഡുകളോളം കേരളത്തിൽ വിൽക്കുന്നുണ്ട്. ഇപ്പോഴത്തെ പുതിയ ഒരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഇപ്പോൾ നല്ല ഫേമസ് ആയിട്ടുള്ള വല്ല സിമെൻറ്റ് കമ്പനീൻ്റെ പേരിൽ ഒരു ബ്രാൻഡ് നെയിം എടുക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ രംഗു TMT എന്ന് പറഞ്ഞിട്ട് ഇന്നൊരു മാർക്കറ്റിൽ TMT ഇറക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. രംഗു പോയി എല്ലായിടത്തും വാൾ പെയിൻ്റൊക്കെ ചെയ്ത് കുറച്ചൊന്ന് രംഗു TMTക്ക് ഫേമസ് ആക്കി. തമിഴ്നാട്ടിലുള്ള രംഗുയുടെ ഒരു ഫ്രണ്ടിനൊരു കമ്പനിയുണ്ട്. അദ്ദേഹത്തോട് പറയുന്നു, നാളെ മുതൽ ഒരു 100 ടണ്ണ് രംഗു TMT നീ അടിച്ചേക്ക്, അതിൻ്റെ മുകളിലൊന്ന് ISIയും വെച്ചോ, ഒരു 550 വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ വിറ്റാ സുഖമായിട്ട് പോകും. ഒരു മാനദണ്ഡമില്ല, ഒരു മാനദണ്ഡവും നോക്കേണ്ട ആവശ്യം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ BISകാർക്ക് ഇവിടെ ഉണ്ടാക്കുന്ന പ്രൊഡക്ഷൻ കേരളത്തിലുള്ള പ്രൊഡക്ഷൻ ചെയ്യുന്ന മെറ്റീരിയലുകൾ അവർ ഇവിടെ മാർക്കറ്റിൽ നിന്ന് മാർക്കറ്റ് സാമ്പിൾ എടുത്തിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് അവർ വളരെ കൺസിസ്റ്റൻ്റായിട്ട് വളരെ നന്നായിട്ട് ഇവിടുത്തെ BIS. പക്ഷേ പുറമേ നിന്ന് സ്റ്റേറ്റിൽ വരുന്ന മെറ്റീരിയലുകൾ ഇതുമാതിരി ആ മെറ്റീരിയലുകൾ ശരിക്കും ചെക്ക് ചെയ്യേണ്ടത് അവിടുത്തെ ജൂറിസ്ഡിക്ഷനിലുള്ള BISൻ്റെ ആളുകളാണ്. പക്ഷെ അത് അവരിവിടെ വന്ന് ചെക്ക് ചെയ്യുന്നില്ല എന്നുള്ള ആ ഒരു അഡ്വാൻറ്റേജ് അവർ യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പം അത്തരത്തിലുള്ള മെറ്റീരിയലുകൾ ഒരുപാട് മാർക്കറ്റിലേക്ക് പുഷ് ചെയ്ത് പോകുന്നുണ്ട്. ശരിക്കും അവിടെ പറ്റിക്കപ്പെടുന്നത് ഉപഭോക്താക്കളാണ്. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഇത്രമേൽ വിവരമൊന്നും ഉണ്ടാവില്ല. അവർ കടയിൽ പോയിട്ടൊരു കമ്പി വാങ്ങുകയോ ചെയ്യുന്നത്. അവരെങ്ങനെയാണ് ഒരു കമ്പി സെലക്ട് ചെയ്യേണ്ടത്? നല്ലതല്ല സെലക്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്താണ്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം കമ്പി നോക്കിയാൽ മനസ്സിലാവില്ല അതിൻ്റെ ക്വാളിറ്റി. ആ കമ്പിയുടെ മുകളിൽ ചിലപ്പം ISI മുദ്ര ഉണ്ടാകാം, 550 ഉണ്ടാകാം. പക്ഷേ നമ്മൾ ആരും കമ്പി ചെല്ലുമ്പം ആരും കെമിക്കൽ ടെസ്റ്റോ അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റോ ഒന്നും നടത്തുന്നില്ല. നമ്മളെ കമ്പിയുടെ മുകളിൽ ISI മുദ്രയുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് മാത്രമേ ചെക്ക് ചെയ്യാറുള്ളൂ. പക്ഷേ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പ്രത്യേകിച്ച് കേരളത്തിലോട്ടാണ് ഏറ്റവും കൂടുതൽ മെറ്റീരിയലുകൾ ഇത്തരത്തിലുള്ള വില കുറഞ്ഞ കമ്പികൾ കാര്യങ്ങൾ ഇതെല്ലാം കേരളത്തിലോട്ടാണ് പുഷ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മെറ്റീരിയലുകൾ ശരിക്ക് അതിൻ്റെ BISൻ്റെ മാനദണ്ഡം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് അത് നിർമ്മിക്കുന്ന സംസ്ഥാനത്തിലുള്ള BISൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന സംഗതിയാണ്. പക്ഷെ അവരൊരിക്കലും ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാറില്ല. അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ രംഗു TMT എന്ന് പറഞ്ഞിട്ട് രംഗുവിന് നാളെ മുതൽ ഒരു മെറ്റീരിയൽ ഇറക്കണമെന്നുണ്ടെങ്കിൽ ഇറക്കാം. ഇതേപോലെ തന്നെ ഒരു മാനദണ്ഡവും നോക്കാതെ ഇവിടെ കുറച്ച് പരസ്യം ചെയ്യാം. കുറച്ച് വാൾ പെയിൻറ്റിങ് ചെയ്തു, 2-3 ഹോർഡിങ്സ് എല്ലാം വെച്ച് രംഗു TMT 550D എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പരസ്യം ചെയ്ത് കഴിഞ്ഞിട്ട് രംഗുയുടെ പരിചയത്തിലുള്ള ഏതെങ്കിലും ഒരു മാനുഫാക്ചറർ ഗോവയിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ല ചെറിയ ചീപ്പ് പ്രൈസിന് ഇവിടെ മെറ്റീരിയൽ എത്തും. നിങ്ങൾ ഈ പരസ്യം ചെയ്തതിന് ചെറിയൊരു പ്രീമിയം എടുത്തിട്ട് ഇവിടെ വാങ്ങാൻ ആളുകളുണ്ടാവും. പക്ഷേ അവിടെ പറ്റിക്കപ്പെടുന്നത് ശരിക്കും ഉപഭോക്താക്കളാണ്. അല്ല, ഇത് ഇങ്ങനെ പറ്റിക്കപ്പെട്ടു എന്നിരിക്കട്ടെ. അപ്പം ഞാൻ അബദ്ധവശാൽ ഏറ്റവും മോശപ്പെട്ടൊരു സാധനം വാങ്ങി. ഇതുകൊണ്ട് ഈ കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ഡാമേജ് എന്താ? പക്ഷേ നിങ്ങൾ പഴയ ബിൽഡിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ടാവും പൊളിഞ്ഞു വരുന്നതോ കാര്യങ്ങളോ ഒക്കെ
വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിങ്ങളിപ്പം കൺസ്ട്രക്ഷൻ നടത്തുന്നത് ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്താണെന്ന് വിചാരിക്കുക. എപ്പോഴും ഒരു ജെർക്കിങ് ഉണ്ടാവും, ക്രാക്ക് വരാൻ ചാൻസ് ഉണ്ട്. ആ ക്രാക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൂടെ എയർ പോവും, പെട്ടെന്ന് കൊറോഷൻ വരും, കമ്പി എക്സ്പാൻഡ് ആവും, കോൺക്രീറ്റ് പൊളിയും. അതുപോലെ തന്നെ ഈ ജെർക്ക് വരുന്ന സമയത്ത് നല്ല കമ്പിയാണെന്നുണ്ടെങ്കിൽ, മാംഗനീസ് കൂടുതലുള്ള 0.6 കൂടുതലുള്ള കമ്പിയാണ് എന്നുണ്ടെങ്കിൽ ഈ കമ്പി ഒന്ന് ചെറുതായിട്ടൊന്ന് മോഷൻ ചെയ്ത് കൊടുക്കും, ഇളകി കൊടുക്കും. അപ്പോൾ പൊട്ടില്ല. മോശം കമ്പിയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിൻ്റെ ഉള്ളിലുള്ള കമ്പി പൊട്ടും. അത് വലിയൊരു വിഷയമാണ്. അത് നമ്മളറിയുന്നില്ല, കാലക്രമേണ നമ്മൾ അറിയുള്ളൂ. അല്ലെങ്കിൽ ഒരു ലീക്ക് വരുമ്പോഴോ. സ്വർണം വാങ്ങുന്നതിനേക്കാൾ സൂക്ഷിച്ചു വേണം ശരിക്കും കമ്പി വാങ്ങാൻ. കാരണം ജീവിതത്തിൽ ഒരിക്കൽ എടുക്കുന്ന വീടായിരിക്കാം. അതെ അതെ, തീർച്ചയായിട്ടും അത് വലിയൊരു അറിവാണ്. നമ്മൾ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കി, നമ്മുടെ പ്രൊഡക്റ്റ് ഭയങ്കര ക്വാളിറ്റിയുള്ള സാധനമാണ്. പക്ഷെ മാർക്കറ്റിൽ ഇങ്ങനെ കച്ചവടം ചെയ്യണമെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങളിതെങ്ങനെയാണ് കസ്റ്റമറിലേക്ക് എത്തിച്ചത്? എങ്ങനെ? ഞങ്ങൾ ആദ്യം പരസ്യം തുടങ്ങുന്നത് 2008-2009 ആ ടൈമിൽ ഞാൻ ഫാദറിനോട് പറയുകയാണ് ചെയ്തത്. അന്ന് എല്ലാവരെയും പോലെ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റികൾ ഇങ്ങനെ വിൽക്കുക എന്നല്ലാതെ TMTക്ക് ഒരു മാനദണ്ഡമോ അല്ലെങ്കിൽ ഒരു പരസ്യമോ കാര്യങ്ങളോ ആരും തന്നെ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അന്ന് നമ്മളാണ് ആദ്യമായിട്ട് ഒരു പരസ്യത്തിലേക്ക് TMT ജനങ്ങളിലേക്ക് ആ ഒരു പേര് കൈരളി TMT എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ഇത് ഞാൻ പഠിത്തം കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു സംഗതിയായിരുന്നു. അങ്ങനെ വാൾ പെയിൻറ്റിങ് കാര്യങ്ങൾ, അങ്ങനെയാണ് ആദ്യം ഞങ്ങളുടെ മോഡലായിട്ടുണ്ടായിരുന്നത്. ഒരു തരുണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു കുട്ടിയായിരുന്നു. നമ്മുടെ വെള്ളി നക്ഷത്രം മൂവിയിലൊക്കെ ഉണ്ടായിരുന്നു. അതെ അതെ അതെ, കുട്ടി ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. അപ്പോൾ അതിന് ശേഷമാണ് ഞങ്ങൾ ജയറാമേട്ടനിലേക്ക് വന്നത്. 2014 ജയറാമേട്ടനായിരുന്നു ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ. അത് കഴിഞ്ഞ് 2017 ലാലേട്ടൻ ബ്രാൻഡ് അംബാസഡറായി വന്നു. അപ്പം നമ്മൾ ഈ ജനങ്ങളിലേക്കും ഈ അവയർനെസ് വരികയാണല്ലോ. നമ്മൾ പറയുന്നു നമ്മളെ മെറ്റീരിയൽ ഇത്ര ക്വാളിറ്റി ഉണ്ട്, പിന്നെ നമ്മൾ ഇത്രയും നല്ല ബ്രാൻഡ് അംബാസഡേഴ്സും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മളും ആ ഒരു ക്വാളിറ്റി കൊടുക്കണം എന്നുള്ളത് നിർബന്ധവുമാണ്. അത് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരാൾ വന്ന് ഒരു പ്രാവശ്യം കൈരളി എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമതും വന്നിട്ട് കൈരളി മതി എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് അത് വളർന്നു വന്നു. അത്രയും ക്വാളിറ്റിയും നമ്മൾ ഒരു ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഞങ്ങൾ ചെയ്യാറില്ല. അപ്പം ഈ ഒരു അവയർനെസ്സും കാര്യങ്ങളൊക്കെ കച്ചവടത്തെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ ഫാദറാണ് അതുവരെ കച്ചവടത്തിൽ കാര്യമായിട്ടൊരു പൊസിഷനുണ്ട്, അദ്ദേഹമാണ് ഡിസിഷൻ മേക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് ഹുമയൂൺ വന്നിട്ട് പറഞ്ഞത് നമുക്കൊരു പരസ്യം ചെയ്യാമെന്ന്. ഒരു പഴയ ആൾക്കാരാണ്, ഇതിനോട് എന്താ പറഞ്ഞത്? എങ്ങനെ? ആദ്യം കൺവിൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞാൻ നിരന്തരം ബുദ്ധിമുട്ടിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞ് ഇപ്പം എനിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചിലവാക്കി എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് ശരി നീ എന്താ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാണ്. പക്ഷേ അദ്ദേഹം പിന്നെ അത് റിയലൈസ് ചെയ്തു. അതൊരു അഡ്വാൻറ്റേജായി വന്നപ്പം അദ്ദേഹത്തിനും അതിൽ കാര്യമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി. നമ്മളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്തു. കൈരളി എന്ന് പറയുന്ന ബ്രാൻഡ് മാർക്കറ്റിൽ ഭയങ്കര ഒരു പ്രിവിലേജ്ഡ് ഉൽപ്പന്നമായിട്ട് മാറി എന്ന് വേണമെങ്കിൽ പറയാം. അത് നമ്മൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് നേരെ മറിച്ച് നമ്മൾ എത്ര പരസ്യം ചെയ്തിട്ടോ അല്ലെങ്കിൽ എത്ര മാർക്കറ്റ് ചെയ്തിട്ടോ നമ്മളെ പ്രൊഡക്റ്റിൽ എന്തെങ്കിലും ഒരു മോശം വന്നാൽ നമ്മൾ എത്രത്തോളം മാർക്കറ്റ് ചെയ്തോ അത് അത്ര തന്നെ ആയിരിക്കും നമുക്ക് നെഗറ്റീവ് ഉണ്ടാകുക. കാരണം ഇത്രയും പേരും ഇതൊക്കെ ഉള്ളൊരു മെറ്റീരിയൽ ഒരിക്കലും ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ നെഗറ്റീവായിരിക്കും ഉണ്ടാകുക. തീർച്ചയായിട്ടും. ഈ പരസ്യം ചെയ്യുന്ന ആൾക്കാർ എപ്പോഴും ചോദിക്കാറുണ്ട് എത്ര ബഡ്ജറ്റിലാണ് പരസ്യം ചെയ്യേണ്ടതെന്ന്. കാരണം നിങ്ങൾ വലിയ ബ്രാൻഡ് അംബാസഡറൊക്കെ എടുക്കുന്ന വലിയ ബഡ്ജറ്റുള്ളൊരു സ്ഥാപനമാണ്. എത്ര പെർസെൻറ്റേജാണ് ഈ മാർക്കറ്റിംഗ്? ഞങ്ങൾ ഒരു വർഷത്തെ ഞങ്ങളുടെ ടോട്ടൽ പ്രൊഡക്ഷൻ ആണ് നമ്മൾ എടുക്കുക. നമ്മൾ അപ്പം എത്ര പരസ്യം ചെയ്താലും ഇപ്പം ഞങ്ങൾ ഏകദേശം 2-2.5 ലക്ഷം ടണ്ണാണ് ഞങ്ങളെ ഒരു വർഷത്തെ 2.5 ലക്ഷം ടൺ ആണ് ഞങ്ങളെ ഒരു വർഷത്തെ പ്രൊഡക്ഷൻ വരുന്നത്. അപ്പോൾ ഞാനിപ്പം ഈ ഒരു വർഷം 10 കോടിയാണ് ചിലവാക്കുന്നു എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി എൻ്റെ കോസ്റ്റിലേക്ക് 50 പൈസ ഒരു കിലോയിലേക്ക് ആഡായി. 50 പൈസയാണ് അപ്പോൾ വരുന്നുള്ളൂ. വന്നേക്കാം. ഇനിയിപ്പോൾ നമ്മൾ അത്ര ചെയ്യണ്ട, അല്ലെങ്കിൽ ഈ വർഷം ബഡ്ജറ്റ് നമുക്കൊന്ന് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണ് ഞങ്ങൾ തീരുമാനം എടുക്കാറുള്ളത്. പ്രൊഡക്ഷൻ കോസ്റ്റിലേക്കാണ് ഈ എമൗണ്ട് ആഡ് ചെയ്യുന്നത്. കോസ്റ്റിലേക്ക് നമ്മൾ ഏതൊരു മാർക്കറ്റിംഗ് എക്സ്പെൻസും നമ്മൾ കോസ്റ്റിലേക്ക് ആഡ് ചെയ്യണമല്ലോ. എന്നിട്ട് നമ്മൾ അതിന്മേലൊരു മാർജിൻ ചെയ്യുകയാണ്. അതെ.
അങ്ങനെയാണ് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ വലിയൊരു ഇതാണ്. എത്ര ചെറിയ ആൾക്കാർക്കും ചെറിയൊരു എമൗണ്ട് ഇങ്ങനെ ആഡ് ചെയ്ത് കച്ചവടം ചെയ്യാൻ പറ്റും. അതെ, അല്ല പക്ഷേ അതിൽ ഫൈനലി നമുക്കൊരു ടാർഗറ്റ് ഉണ്ടായിരിക്കണം. ഈ വർഷം നമ്മൾ 2 ലക്ഷം പ്രൊഡക്ഷൻ എടുക്കണം. 2 ലക്ഷം പ്രൊഡക്ഷൻ എടുത്താൽ മാത്രം പോരാ, അത് വിൽക്കും വേണം. അതിന്മേലൊരു നിർബന്ധിത ബുദ്ധി വേണം. അതെ അതെ, നമ്മൾ ഓരോരോ ടാർഗറ്റ്സും നമ്മൾ എല്ലാ ഭാഗത്തും നമ്മൾ അത് ഫിക്സ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഈസിയാണ്, നമുക്ക് കോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ഈസിയാണ്. കൈരളി നല്ലൊരു ബ്രാൻഡായിട്ട് നിൽക്കുന്നുണ്ട്, നന്നായി പോകുന്നുണ്ട്. അപ്പോൾ വീണ്ടും പുതിയൊരു ബ്രാൻഡ് വരുന്നുണ്ട്. പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനൊക്കെ ബ്രാൻഡ് അംബാസഡറായിട്ട് വരുന്നു. എന്താണ് പുതിയൊരു ബ്രാൻഡ് കൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? നമ്മളത് തമിഴ്നാട്ടിൽ നമുക്കൊരു ഫാക്ടറി ഉണ്ട്, അവിടെയാണ് സ്റ്റീലക്സ് TMT പ്രൊഡക്ഷൻ നടക്കുന്നത്. പുതിയൊരു ബ്രാൻഡ് എന്നുള്ളതല്ല, കൈരളി ആസ് എ ബെഞ്ച് മാർക്ക് ഇറ്റ് ഈസ് ദെയർ ഇൻ ദ മാർക്കറ്റ്. അതേപോലെ തന്നെ ഇപ്പോൾ കൈരളി എല്ലാം കോമ്പീറ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മാർക്കറ്റിൽ കമ്പയർ ചെയ്യുന്നത് വൈശാഖ്, ടാറ്റ, സെയിൽ എന്നുള്ള കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സിലും ഒരു മാർക്കറ്റുണ്ട് അവിടെ. ആ മാർക്കറ്റിലേക്കാണ് സ്റ്റീലക്സ് TMT ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ നമ്മൾ അവിടെയും കംപ്ലീറ്റ്ലി ഫുള്ളി ഓട്ടോമാറ്റിക് സെക്കൻഡറി പ്രൊഡക്ഷനാണ് നടത്തുന്നത്. അവിടെയാണ് സ്റ്റീലക്സ് TMT പ്രൊഡക്ഷൻ നടത്തുന്നത്. കൈരളിയുടെ അത്ര വലിയ ഒരു പ്ലാന്റ് അല്ലെങ്കിലും, അത്ര ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റ് അല്ലെങ്കിലും, ഈ എമംഗ് ദ സെക്കൻഡറി സ്റ്റീലക്സ് ഈസ് ബെറ്റർ. കൈരളിയും സ്റ്റീലക്സും ഇരിക്കുവാണെങ്കിൽ ഏത് സെലക്ട് ചെയ്യണം? അപ്പം ഞാൻ ഓഫ് കോഴ്സ് കൈരളിയാണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റീലക്സിലേക്ക് കഴിഞ്ഞ് സ്റ്റീലക്സും തെറ്റില്ല, മോശമല്ല. ഞാൻ പറയുന്നു, പക്ഷേ കൈരളിയാണ് കുറച്ചും കൂടിയും നല്ലതും പ്രീമിയവും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു ക്വാളിറ്റി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും, ഒരു പറയാൻ പറ്റുന്നത്. അതെ. ഈ 2014 ജയറാം വരുന്നു, 2017 മോഹൻലാൽ വരുന്നു. 2017 മുതൽ ഇങ്ങോട്ട് ദീർഘകാലമായിട്ട് മോഹൻലാലാണ്, എൽ ബ്രാൻഡാണ്. അതെ. എന്താണ് കച്ചവടത്തിലുണ്ടാക്കിയ മാറ്റം? ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് ആർക്കും ഇപ്പോൾ ലാലേട്ടനെ കണ്ടാൽ കൈരളിയുടെ പരസ്യമായിട്ട് കണ്ടാൽ തന്നെ കൈരളിയുടെ പരസ്യമായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് വന്നു. അതുപോലെ തന്നെ കൈരളിയുടെ ഒരു ഫ്യൂച്ചർ കാണാൻ പറ്റി. അതായത് അതിന് ശേഷവും ഞങ്ങൾ ഒരുപാട് ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ പ്രൊജക്ട്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആ മാർക്കറ്റിൽ നിന്ന് ആളുകളുടെ ഒരു വിശ്വാസം, ആ ഒരു മെറ്റീരിയൽ എപ്പോഴും നമുക്കത് വിൽക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം, അത് ലാലേട്ടൻ്റെ ഒക്കെ ഒരു എൻട്രിയിലൊക്കെ നമുക്ക് നല്ലതായിട്ട് സപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇനി അതിനേക്കാളും വലിയൊരു ബ്രാൻഡിനെ കേരളത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇല്ല. അത് കണ്ടിന്യൂ ചെയ്യുന്നത് അൾട്ടിമേറ്റ് ആണ്. പിന്നെ ലാലേട്ടൻ്റെ മുകളിൽ ഒരു ബ്രാൻഡ് അംബാസിഡർ ഇനി ഉണ്ടോ, അല്ലെങ്കിൽ ഇനി ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ മെസ്സി തന്നെ വന്നാലും ലാലേട്ടൻ്റെ അത്ര വരില്ല. കേരള മാർക്കറ്റിൻ്റെ കിങ്ങാണ്. അതെ അതെ. ഇത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു പരസ്യം കണ്ടു, നിങ്ങൾ ബിൽഡിംഗ് മേഖലയിലേക്കും കൂടെ വരികയാണ്. കാരണം ഇതുവരെ TMT ഒക്കെ ആയിരുന്നെങ്കിൽ ഒരു ബിൽഡർ ആവാൻ പോവുക. എന്താ അതിൻ്റെ പിന്നിലൊരു അടിസ്ഥാനപരമായ കാരണം, എന്താണ് ലക്ഷ്യമിടുന്നത്? ഞങ്ങൾ കൈരളി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫേമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. ഇപ്പം ഒരുപാട് പ്രൊജക്ട്സ് അതിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റിംഗ് ആണ്. അതായത് കൈരളി സ്റ്റീലും TH ഇബ്രാഹിം ആൻഡ് കമ്പനി, അവരുടെ കൊച്ചുമക്കൾ മസൂദ്, ആഷിഖ്, അഹദ് എന്ന് പറഞ്ഞിട്ടുള്ള അവരെ ബേസിക്കലി സാനിറ്ററി വെയർസിലും ഒക്കെ 10-60 വർഷങ്ങളായിട്ട് 1960 മുതൽ അവർക്ക് സാനിറ്ററി വെയർസ് ബിസിനസ് ഉണ്ട്. അപ്പം അവരും പ്ലസ് ഞങ്ങളുടെ TMT, ഞങ്ങൾക്കാണെങ്കിൽ TMT ഉണ്ട്, കട്ട് ആൻഡ് ബെൻഡ് യൂണിറ്റും ഉണ്ട്. അപ്പം നല്ല പ്രൈസിങ്ങിൽ നമുക്ക് കൺസ്ട്രക്ട് ചെയ്ത് തീർത്ത് കൊടുക്കാൻ പറ്റും എന്നുള്ളൊരു കാരണത്താലാണ് നമ്മൾ ഈ കൈരളി ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫേം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നല്ലൊരു പ്രൈസിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഒരു ഭാവിയിൽ ഒരു വലിയ ബിൽഡറായിട്ട് മാറാനുള്ള ലക്ഷ്യം കൂടിയുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഹുമയോണിൻ്റെ ഒപ്പം സംസാരിക്കുമ്പോൾ ഹുമയോൺ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് ബിഗ് നമ്പർ ചെയ്യണം, വോളിയം ചെയ്യണം. അന്ന് ചെറിയ പ്രായത്തിൽ തന്നെ 3 കോടിയെ 100 കോടിയാക്കിയ ഒരു ചരിത്രമുണ്ട്. അപ്പം വളരെ പെട്ടെന്ന് തന്നെ അതിലും ടേൺ ഓവറുകൾ ഹൈക്ക് ചെയ്യാവുന്നൊരു പ്ലാനുണ്ട്. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പേറ്റൻറ്റ് കിട്ടിയൊരു ഉൽപ്പന്നമുണ്ട്. അതെ. അതെന്തിനാ പേറ്റൻറ്റ് കിട്ടുന്നത്? എന്തിനാ ശരിക്കും? പേറ്റൻറ്റ് കിട്ടിയിട്ടില്ല, ആക്ച്വലി പേറ്റൻറ്റിന് വേണ്ടി കൊടുത്തിട്ടേ ഉള്ളൂ. അതെ. അത് കോട്ടഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മൾ ഈ പാലം പണിക്കൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പച്ച കളർ കമ്പി, അത് എപ്പോക്സി കോട്ടഡ് ആണ്. കൈരളിക്കും എപ്പോക്സി കോട്ടഡ് TMT ഉണ്ട്. പക്ഷേ
ഈ പുതിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ പേറ്റൻറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ളത് ഞങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ്. ആദ്യം ഞാൻ എപ്പോക്സി കോട്ടഡ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം, അപ്പോഴേ ഈ കോട്ടഡ് പ്ലസിൻ്റെ അത് മനസ്സിലാവുള്ളൂ. എപ്പോക്സി കോട്ടഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പി ഒന്നും കൂടി സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം ഒരു 200 ഡിഗ്രിയിലേക്ക് ടെമ്പറേച്ചർ റേസ് ചെയ്യിപ്പിച്ച് ഒരു ചേമ്പറിലിട്ടിട്ട് ഒരു ചെറിയൊരു ഫർണസിലിട്ടിട്ട് 200 ഡിഗ്രിയിലേക്ക് അഗെയിൻ കമ്പിയുടെ ഹീറ്റ് ടെമ്പറേച്ചർ കൂട്ടും. എന്നിട്ടൊരു ചേമ്പറിലൂടെ പോയിട്ട് എപ്പോക്സി സ്പ്രേ ചെയ്തിട്ട് അത് അതിൽ ഒട്ടിപ്പിടിക്കുന്നതാണ്. അതായത് ഈ കമ്പിക്ക് ഒരു കോട്ടിങ് കൊടുക്കുവാണ്. അപ്പോൾ അറ്റ്മോസ്ഫിയർ ആയിട്ടോ വെള്ളമായിട്ടോ സെലൈൻ വാട്ടർ ആയിട്ടോ കോണ്ടാക്ട് വരാത്തത് കൊണ്ട് അത് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയി. തീർച്ചയായിട്ടും. പക്ഷേ ഈ എപ്പോക്സി കോട്ടിങ്ങിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധാരണ ഈ കമ്പിയുടെ ടെസ്റ്റിൽ പുൾ ഔട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. ഈ എപ്പോക്സി കോട്ടിങ് വരുന്നത് 0.8 mm തിക്നെസ്സിലാണ് വരുന്നത്. അപ്പോൾ തന്നെ ഈ പുൾ ഔട്ട് ടെസ്റ്റിൽ മിക്കവാറും ഈ എപ്പോക്സി കോട്ടഡ് ഒരു ഫെയിലിയർ ആണ് ആകാറുള്ളത്. അപ്പം അതിനെ ക്രോസ് ചെയ്യാനാണ് ഞങ്ങളൊരു പുതിയ പേറ്റൻറ്റഡ് പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, കൈർലി TMT കോട്ടഡ് പ്ലസ് എന്ന് പറഞ്ഞിട്ട്. അതും ഇതേപോലെ തന്നെ നമ്മൾ സാൻഡ് ബ്ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഇതിനൊരു അലുമിനിയം സിങ്ക് കോട്ടിങ് കൊടുത്തിരിക്കുകയാണ്. ഒരു പ്രത്യേക മിക്സിങ്ങിലാണ് ചെയ്യുന്നത്. ഇതിനാണ് ഞങ്ങൾ പേറ്റൻറ്റിന് പോയിട്ടുള്ളത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കമ്പി കോട്ടഡ് പ്ലസ് കമ്പി ഇരിക്കുകയെന്ന് വിചാരിക്കുക, പുറമേ ഉള്ള ഈ അലൂമിനിയം സിങ്കും അത് ഓക്സിഡൈസ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷമേ ഫെറസിലോട്ട് എത്തുള്ളൂ, അതായത് അയണിലോട്ട് എത്തുള്ളൂ. അതായത് ഇപ്പോൾ സാധാരണ ഒരു കമ്പി നമുക്കൊരു 100 വർഷം ലൈഫ് തരുമെന്നുണ്ടെങ്കിൽ ഈ കോട്ടഡ് പ്ലസ് നമുക്ക് 200 വർഷം ലൈഫ് തരും. ലൈഫ് ഭയങ്കരമായിട്ട് കൂടും, ഡബിൾ ആയിരിക്കും ലൈഫ്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു എപ്പോക്സി കോട്ടഡ് 0.8 mm തിക്നെസ് ആണെന്നുള്ളത്. ഇതിൻ്റെ വെറും തിക്നെസ് നോട്ട് മോർ ദാൻ 0.3. അത്രയും തിക്നെസ്സും കുറവാണ്, ലൈറ്റാണ്. അത് മാത്രമല്ല എപ്പോക്സി കോട്ടണിന് ഏകദേശം സാധാരണ കമ്പിനേക്കാളും 15 രൂപ കിലോന് കൂടുതലാണ്. ഇതിന് 3 രൂപയെ കൂടുള്ളൂ. അത്രയും വ്യത്യാസമേ വരുന്നുള്ളൂ. അത്രയും വ്യത്യാസം വരുള്ളൂ. അത്രയും കോസ്റ്റ് എഫക്റ്റീവുമാണ്. നമുക്ക് ഈ സെലൈൻ ഉപ്പ് രസമുള്ള മണ്ണിലൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അഡ്വാൻറ്റേജാണ്. ഈ ഒരു കഥ കേൾക്കുന്ന എല്ലാവർക്കും തോന്നുന്നത് വളരെ സിമ്പിളായിട്ട് കയറിപ്പോകുന്നൊരു ചരിത്രമാണ്. ഈ ഹുമയൂൺ എന്ന് പറയുന്ന വ്യക്തി ജീവിതത്തിൽ തോക്കാത്ത ഒരാളാണ്. എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. ഹുമയൂൺ എവിടെയെങ്കിലൊക്കെ തോറ്റു പോയിട്ടുണ്ടോ? ഒരുപാട് സ്ഥലത്ത് ഞാൻ തോറ്റിട്ടുണ്ട്. പിന്നെ ഞാൻ 8ാം ക്ലാസ് തോറ്റിട്ടുണ്ട്. ഞാൻ ആദ്യം പഠിച്ചത് NSSലാണ്. അവിടുന്ന് പിന്നെ കുറച്ചും കൂടി നല്ലൊരു സ്കൂളിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സിൽവർ ഹിൽസിൽ കൊണ്ടുപോയിട്ട്, സിൽവർ ഹിൽസിൽ എൻ്റെ വീടുമായിട്ട് ഏകദേശം ഒരു മണിക്കൂർ ബസ്സിൽ പോയാലേ സ്കൂളിലെത്തുള്ളൂ. അപ്പോൾ അധിക ദിവസം ഞാൻ ലേറ്റായിട്ടാണ് സ്കൂളിലെത്താറ്. എന്നും ഫാദറാണ് പ്രിൻസിപ്പൾ. ഫാദർ എന്നെ ക്ലാസ്സിൻ്റെ പുറത്ത് നിർത്തും, അടിയും വാങ്ങും. അങ്ങനെ ഫാദറിനെയും മദറിനെയും കൂട്ടിക്കൊണ്ടുവന്നാലേ ഇനി സ്കൂളിൽ കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ സ്കൂളിൽ പോയില്ല, നേരെ സിനിമക്കൊക്കെ പോയി, തോറ്റു. അങ്ങനെ 8ാം ക്ലാസ് ഭയങ്കര മാർക്ക് കുറഞ്ഞ് വീണ്ടും അങ്ങനെ പിന്നെ ബോർഡിങ്ങിൽ കൊണ്ടാക്കി. പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ. അതും 8ാം ക്ലാസ്സിൽ നിന്നും 8ാം ക്ലാസ്സിലേക്ക് തന്നെ ഇവർ ഇവിടുന്ന് ജയിപ്പിച്ച് വിട്ടെങ്കിലും 8ാം ക്ലാസ്സിൽ തന്നെ കൊണ്ടുപോയിട്ട് വീണ്ടും അഡ്മിഷൻ മേടിച്ച് അങ്ങനെ ഒരു വർഷം അവിടെ പോയി. അത് കഴിഞ്ഞ് കോളേജിലെത്തിയപ്പം ഞാൻ ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചായിരുന്നു. അവിടെ പക്ഷേ 1800 കുട്ടികളാണ് മൊത്തത്തിലുള്ളത്. പക്ഷെ 6 വോട്ടിന് ഞാൻ തോറ്റു. വെറും 6 വോട്ടിന് ജയിക്കും. അതെ, സങ്കടമായെന്നോ. അന്ന് BCom അന്നാണ് മൊഹബത്തൻ സിനിമറ്റ് ഇറങ്ങിയതാണ്. ആ ടൈമിലാണ് എൻ്റെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള, ഞാൻ പഠിച്ചിരുന്നത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണല്ലോ, അവിടുന്ന് ഒരു 60 വോട്ട് സിനിമ കാണാൻ പോയി. എന്തായിരുന്നെങ്കിൽ ഞാൻ ജയിച്ചേനെ. അപ്പോൾ നമുക്കെന്താ അങ്ങനെ കുറേ റിഗ്രറ്റ്സ് ഉണ്ട്. അങ്ങനെ ഈ കോളേജ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയല്ലോ, നിലമ്പൂർക്ക് ബോർഡിങ്ങിൽ പോയല്ലോ, സെറ്റായോ അവിടെ പോയിട്ട്? എങ്ങനെയായിരുന്നു? അവിടെ പോയി പിന്നെ അത്യാവശ്യം പിന്നെ അതുവരെ ഞാൻ അങ്ങനെ ഈ കോകരിക്കുലർ ആക്ടിവിറ്റീസിലൊന്നും വലിയ പാർട്ടിസിപ്പേറ്റ് ഒന്നും ചെയ്യലുണ്ടായിരുന്നില്ല. PVC പോയപ്പം എനിക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഡ്രമ്മറാണ്. അത്യാവശ്യം കോകരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. നാടകം,
മിമിക്രി, മോണാക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ മിമിക്രി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ചെയ്യാറില്ല. ഇപ്പം അങ്ങനെ ചെയ്യാറില്ല. ഒരു നമ്പർ കാണിക്കാൻ പറ്റും. ഈ കച്ചവടക്കാരെല്ലാവരും പൊതുവെ ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കാറാണ് പതിവ്. ഹുമയൂണിനെ കുറിച്ച് എങ്ങനെയാണ് ഭയങ്കര ഭീകരനായിരുന്നു എന്നൊക്കെയായിരുന്നു എൻ്റെ ഒരു ചിന്താഗതി. എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഹുമയൂണൊക്കെ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, മിമിക്രിക്കാരനാണെന്നുള്ള പുതിയ അറിവാണ്. അപ്പോൾ ജീവിതത്തിൽ തോറ്റിട്ടും അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നിയിട്ടില്ല. അല്ല, തോൽവികളിൽ നിന്ന് നമ്മൾക്ക് ഒരുപാട് പഠിക്കാനും ഉണ്ടാവും. ഇനിയും തോൽക്കാതിരിക്കാനുള്ള സംഗതികൾ നമുക്ക് ഒരുപാട് അറിവുകൾ വരുന്നത് സത്യം പറഞ്ഞാൽ തോൽവികളിൽ നിന്നാണ്. തോൽവികളിൽ നിന്നാണ് അറിവുകൾ നേടിയെടുക്കേണ്ടത്. കച്ചവടത്തിലും ഇതുപോലെ തോൽവികൾ ഉണ്ടായിരിക്കാം. അതിന് ഒരുപാട് ഞാൻ ഈ പറയുന്ന യൂസുഫ് അലിക്കാണെങ്കിലും ശരി, അല്ലെങ്കിൽ ഏറ്റവും നല്ല കച്ചവടക്കാരൻ, അവർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുണ്ടാകുക തോൽവികളുള്ള അനുഭവങ്ങളായിരിക്കും. അതിൽ നിന്ന് തന്നെ ആയിരിക്കും അവരൊക്കെ ഇത്രയും വലിയ നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതൊരു കച്ചവടക്കാരനാണെങ്കിലും നമ്മളൊരു കച്ചവടം ചെയ്യണം, അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വർക്കിന് വേണ്ടി പുറത്തേക്ക് പോകുമ്പോഴേ പ്രശ്നങ്ങളും തോൽവികളും ഏറ്റുവാങ്ങാൻ വേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ ഒരു പ്രശ്നം വേണ്ടാന്നുണ്ടെങ്കിൽ രാവിലെ നെറ്റ്ഫ്ലിക്സും കണ്ട് വീട്ടിലിരുന്നാൽ മതി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്ടിരുന്നാൽ ഒരു പ്രശ്നവും വരില്ല. ഞാൻ ഹുമയൂണിനെ കാണുമ്പോഴൊക്കെ പല പല വണ്ടികളിലാണ്, ഒരു വണ്ടിപ്രാന്തനാണെന്നാണ് പൊതുവെ അറിയാൻ പറ്റിയിട്ടുള്ളത്. വണ്ടികളോട് എനിക്ക് വളരെ അധികം ഇഷ്ടമാണ്. ഞാനും ഹാനിയും ഒക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് ഫ്ലൈ വീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലുള്ളത്. അതിൽ ഞാനും ഒരു ഹാനിയുടെ കൂടെ ഉള്ളതാണ്. അപ്പം വണ്ടി ചെറുപ്പം മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വണ്ടികളും ആർക്കും ഇഷ്ടമല്ലാത്ത ഈ വണ്ടിപ്രാന്തോടാണ് ഹാനിയായിട്ട് കൂട്ടുകൂടുന്നത്. ഹാനിയായിട്ട് പരിചയപ്പെടുന്നത് ഒരു വണ്ടിയുടെ മുകളിലുള്ള ഒരു കഥയിലാണ്. അത് എന്നെ റാഗ് ചെയ്തും കൊണ്ടാണ് അവൻ എന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. കോളേജിൽ എൻ്റെ സീനിയറായിരുന്നു. അങ്ങനെ ഒരു ദിവസം ബസ് സ്റ്റോപ്പിൽ എൻ്റെ വേറൊരു ഫ്രണ്ടുണ്ട്, ഫിറോസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഹാനിനോട് പോയി പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്, ആ ഹുമയൂൺ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടല്ലോ, അവന് ഭയങ്കര ജാടയാണ്, ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര മസിലെടുത്തുള്ളത്. ഹാനിക്ക് അന്ന് എന്നെ പരീക്ഷിക്കണം, എന്നാൽ പിന്നെ അവനെ തന്നെ പോയി റാഗ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ ബസ്സിന് വേണ്ടി കാത്തിരിക്കുന്നു. ഇങ്ങനെ ഓട്ടോമാറ്റിക് ഓൾറെഡി എല്ലാവരും കുറേ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ ഞാനൊരു സൈഡിൽ ജൂനിയർ അല്ലേ, ആരോടും മിണ്ടാതെ ഒരു സൈഡിൽ പാവായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഹാനി എന്നെ വിളിച്ച്, നീ ഗഫൂർഖൻ്റെ മകനല്ല, പേരെന്താ? ഞാൻ പറഞ്ഞു ഹുമയൂൺ. നീ എന്തിനാ ബസ്സിൽ പോണേ, നിനക്ക് കാറിൽ വന്നാലെന്താ, കാശുണ്ടല്ലോ അല്ലേ? അതെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉപ്പ ബസ്സിന് വരാനാ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ശരി, ആ കടയിൽ നിന്ന് ഒരു ജ്യൂസ് വാങ്ങിച്ചോണ്ടാറ്. ഞാൻ പറഞ്ഞു ബസ്സിന് പോകാനുള്ള, അന്ന് ബസ്സിന് 1 രൂപയാണ് ടിക്കറ്റിന്. ഞാൻ പറഞ്ഞു ബസ്സിന് പോകാനുള്ള 1 ഉറുപ്പ്യ മാത്രമേ എൻ്റെ അടുത്ത് ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഞാൻ കളിയാക്കുകയാണെന്നിട്ട് വിചാരിച്ചിട്ടായിരിക്കണം എന്നോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നീ കാർ ഓടിച്ച്, എയറിൽ കാർ ഓടിക്കാൻ പറഞ്ഞു എന്നോട്, കാർ സ്റ്റാർട്ടാക്കാൻ പറഞ്ഞു. നിൻ്റെ കാർ ഏതാ? അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ വീട്ടിലൊരു മാരുതി ഉണ്ടെന്ന്, നിനക്ക് ബെൻസ് ഉണ്ട് എന്നുള്ളത് എനിക്കറിയാം, നീ ബെൻസ് ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആനയൊരു ഭ്രാന്തനാണല്ലോ. അതെ, അവനൊരു പ്രത്യേകിച്ച് മെഴ്സിഡീസിൻ്റെ ഒരു ഭ്രാന്തനാണ്. അങ്ങനെയാണെങ്കിൽ നീ ഈ ക്ലാസ് തന്നെ ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ എയറിൽ എന്നെ കൊണ്ട് കാർ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച്, ഞാൻ ആദ്യം ഇങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ഗിയറിൽ ഇടുന്ന മാതിരി ഇങ്ങനെ കാണിച്ച്, നിൻ്റെ അത് ഓട്ടോമാറ്റിക് അല്ലേ, ഓട്ടോമാറ്റിക് ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവസാനം അതൊക്കെ ദേഷ്യത്തിലാണ് പറയുന്നത്. അങ്ങനെ ഞാൻ ഡ്രൈവിലിട്ട് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ, ഇതൊക്കെ പിരി കയറ്റി കൊടുത്തത് എൻ്റെ വേറൊരു സുഹൃത്താണ്. എനിക്ക് അവനോട് നല്ല ദേഷ്യം ഉണ്ടാവും, ഇങ്ങനെ എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ പെട്ടെന്ന് അവനെങ്ങനെ മുന്നിൽ കൂടെ പാസ് ചെയ്യും, ഞാൻ ബ്രേക്ക് ഇട്ട്, നിന്നോട് വണ്ടി നിർത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു പട്ടി ക്രോസ് ചെയ്തപ്പോൾ ഞാൻ വണ്ടി നിർത്തിയതാണെന്ന് പറഞ്ഞു. അത് അവന് ഭയങ്കര ഇഷ്ടമായി, കമ്പനിയായി. അന്ന് മുതലാണ് ഞങ്ങളെ കമ്പനി ആയത്. ആ വണ്ടിപ്രാന്തിന്റെ കമ്പനി ഇന്നും ഉണ്ട്. അതെ. ഇന്ന് ഏതൊക്കെ വണ്ടി ഉണ്ട്? ഇന്ന് ഇപ്പം ഞാൻ G-Wagon യൂസ് ചെയ്യുന്നു, X5 യൂസ് ചെയ്യുന്നുണ്ട്, XM ഉണ്ട്, വോൾവോ ഉണ്ട്. ഏറ്റവും ഇഷ്ടം ഏതാ? എനിക്ക് G-Wagon ആണ് ഏറ്റവും ഇഷ്ടം. G-Wagon ആണ് ഏറ്റവും ഇഷ്ടം. അതിലേക്ക് പോകുമ്പോൾ വളരെ വൈകാരികമായൊരു കാര്യമാണ്. ഉപ്പയ്ക്കൊരു അസുഖം വരികയും കരളിൻ്റെ ഒരു ഡോണറായിട്ട് മാറുകയും ചെയ്യും എന്നൊക്കെ എല്ലാവരും പറഞ്ഞൊരു വിഷയമാണ്. എന്താ അങ്ങനെയൊക്കെ ഒരു തീരുമാനം എടുക്കാനുള്ളത്? അല്ല, ഒന്ന് നമുക്ക് ഈ ലിവർ കൊടുക്കാൻ ഒരു അവസരം കിട്ടുക എന്ന് പറയുന്നത്, അതും ഫാദറിന് വേണ്ടി ഒരു ലിവർ കൊടുക്കാൻ ഒരു അവസരം എല്ലാവർക്കും കിട്ടില്ല. ആ ഒരു അവസരം കിട്ടിയത് എനിക്കാണ്. പക്ഷേ അപ്പോഴും ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു. ഉമ്മാക്ക് ഭയങ്കര വിഷമം,
വൈഫിന് വിഷമം. കാരണം ഇതൊക്കെ നമ്മൾ കൗൺസിലിങ്ങിന്, ഈ ലിവർ ഡോണർ ആയിട്ടുള്ള കൗൺസിലിങ്ങിന് ഉമ്മാനെയും വൈഫിനൊക്കെ ആയിട്ട് നമ്മൾ പോകണം, കൗൺസിലിങ്ങിന് പോകണം. അപ്പോൾ അവരോട് പറയുന്നത്, എനിക്ക് പേടിയില്ല, പക്ഷെ അവരോട് പറഞ്ഞു കൊടുക്കുന്നത് ഡോണറിന് മരിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷം കഴിയുമ്പോൾ? 8 വർഷം. എൻ്റെ രണ്ടാമത്തെ മകന് 2 മാസം കണ്ടായിട്ടുണ്ടായിരുന്നു. 2 മാസമായിട്ട്. ആ സമയത്ത് എനിക്ക് ഇവരെയും കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ചലഞ്ചസ് ആണ്. ഉമ്മാക്ക് ഭയങ്കര പേടിയായിരുന്നു. നമുക്ക് പുറമേ നിന്ന് ലിവർ കിട്ടുന്നത് വരെ അത്രയും കാത്തു നിൽക്കാൻ ചിലപ്പം ഉപ്പുണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തീരുമാനം എടുത്തത്. ഞാൻ തന്നെ ലിവർ കൊടുത്തേക്കാം, നമുക്ക് കഡാവർ വെയിറ്റ് ചെയ്യാൻ ഇനിയും ചിലപ്പം അത്രയും കാലം ഉപ്പാക്ക് ചിലപ്പം അത് കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കിയപ്പം ഞാൻ ലിവർ കൊടുക്കാമെന്നുള്ള തീരുമാനം. ഉപ്പ എന്ത് പറഞ്ഞു? ഉപ്പ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാം, നീ തരണ്ടെന്ന് പറഞ്ഞു ഫസ്റ്റ്. പക്ഷേ അത് എനിക്ക് അത്രയും വെയിറ്റ് ചെയ്യാൻ ഒരു പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. ഭാര്യയൊക്കെ അതിനോട് പൂർണ്ണമായിട്ടും സപ്പോർട്ട്? ഭാര്യ എൻ്റെ സപ്പോർട്ടായിരുന്നു ഏറ്റവും കൂടുതലുണ്ടായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചിരിക്കുന്നത് അവളെയാണ്. എന്നിട്ട് പോലും അവളതിന് സമ്മതിച്ചാൽ, അവൾ സമ്മതം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ കൂടെയുള്ള ആൾ അവർ സമ്മതം പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റിയത്. അത് ഏതൊരു മകനും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഹുമയൂൺ ചെയ്തു. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലെ പഹൽഷിയാൻ എനിക്കറിയാം, ഞാൻ വളരെ പണ്ട് കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനൊരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടായി. അതെന്തായിരുന്നു ശരിക്കും സംഭവം? അത് അവന് ഒരു ചേട്ടനേക്കാളൊരു അച്ഛനെ പോലെയാണ് ഹുമയൂൺ, എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഒരാളാണ്. അതെ, അവൻ്റെ എല്ലാ കാര്യവും നോക്കിയിരുന്നത്, സ്കൂളിലൊക്കെ പോയിരുന്നതും അവൻ്റെ ഫാദറിൻ്റെ സ്ഥാനത്ത് ഞാനാണ് ഒപ്പിടാറുണ്ടായിരുന്നത്. അവന് ആക്ച്വലി ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഇടുക്കിയിൽ ഒരു ബോക്സിംഗ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ആ ബോക്സിംഗ് കോമ്പറ്റീഷൻ കഴിഞ്ഞ് അവന് ഫൈനലിൽ തോറ്റു. നോക്കൗട്ടായിരുന്നു, ബോക്സിങ്ങിൽ നോക്കൗട്ടായത്. പിന്നെ അന്നത്തെ കാലം നോമ്പും കൂടെ ആയിരുന്നു. നോമ്പുള്ളത് കൊണ്ട് പുലർച്ചെ അവൻ അവിടുന്ന് കാർ ഓടിച്ച് അവൻ്റെ കോച്ചും കൂടെ കാറിൽ വരികയായിരുന്നു. അങ്ങനെ കോഴിക്കോട് അന്ന് ബൈപ്പാസിൽ വെച്ചിട്ട് ഉറങ്ങിപ്പോയി. പുലർച്ചയായിരുന്നു. അവൻ അത്താഴം രാത്രി നമ്മൾ ഈ നോമ്പിന് അത്താഴം കഴിക്കുമല്ലോ. അപ്പോൾ വഴിയിൽ നിന്ന് വളാഞ്ചേരി അവിടെ എത്തിയപ്പം അത്താഴം കഴിച്ചു. അവിടുന്ന് വഴിയിൽ നിന്ന് എവിടുന്നോ കഴിച്ചു. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു ക്ഷീണം കൊണ്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോയിട്ടുണ്ടാവും. കാറ് മറിഞ്ഞ് അങ്ങനെ C7 ഇഞ്ചറി, ചെസ്റ്റിൻ്റെ താഴത്തോട്ട് സെൻസേഷൻ ഒന്നും ഉണ്ടാവില്ല. അത് വലിയൊരു ഷോക്കിംഗ് ആയിരുന്നു എല്ലാവർക്കും. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാൻ. പക്ഷെ അവൻ സ്കൈ ഡൈവ് ചെയ്തു, സ്കൂബ ഡൈവ് ചെയ്തു. അവൻ പോകാത്ത രാജ്യങ്ങളില്ല. അവന് സ്വന്തമായിട്ട് കാർ ഓടിക്കും. കയ്യിൽ അതിനുള്ള അവനാണ് എക്സാം ഇപ്പോൾ പുതിയത് എടുത്തതും. അവനും വണ്ടിയോട് ഭയങ്കര ക്രേസാണ്. ആ ഒരു കോൺഫിഡൻസ് നമ്മളൊക്കെ അവിടുന്ന് അവനെ നോക്കി പഠിക്കണം. ഒരു ഡിപ്രസ്ഡ് ആകാതെ ലൈഫിൽ മുന്നിലേക്ക് വരിക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ആക്ച്വലി. അത് എല്ലാവർക്കും അങ്ങനെ പറ്റിക്കൊള്ളണമെന്നില്ല. അവനെ എക്സാമ്പിൾ ആക്കിയിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ടേക്ക് വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഒരു സർവൈവൽ സ്റ്റോറിയാണ് ശരിക്കും. അതുപോലെ ഒരു കുറച്ച് കമ്പിയുമായിട്ട് തിരുവനന്തപുരത്ത് കോഴിക്കോടേക്ക് വന്ന ഒരു ഉപ്പയാണ് നിങ്ങളുടെ എല്ലാം വിജയത്തിൻ്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. ആ ഉപ്പയുടെ കൂടെ കച്ചവടം ചെയ്യാൻ സാധിച്ചു, അദ്ദേഹത്തിൻ്റെ മകനായിട്ട് ജനിച്ചു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം എന്നും പറയാം. അതെ. ആ ഉപ്പയിൽ നിന്ന് പഠിച്ച പാഠം എന്താണ്? ഉപ്പ എപ്പോഴും കച്ചവടം ചെയ്യുമ്പോൾ ഒരൊറ്റ കാര്യം മാത്രമേ എന്നോട് എപ്പോഴും ഇൻസിസ്റ്റ് ചെയ്യാറുള്ളൂ. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം. അതായത് പ്രത്യേകിച്ച് കമ്പീൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ കാര്യത്തിൽ എപ്പോഴും ഫ്ലക്ച്വേറ്റിംഗ്. നമ്മൾ ഈ ഒരാൾക്ക് ഇന്നിപ്പം 50 രൂപയ്ക്ക് മെറ്റീരിയൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം നെക്സ്റ്റ് ഡേ അത് ചിലപ്പോൾ 52 രൂപ ആയിട്ടുണ്ടാവും, 55 രൂപ ആയിട്ടുണ്ടാവും. ആ കാലഘട്ടത്തിലൊക്കെ ഭയങ്കര ഫ്ലക്ച്വേഷൻ നടക്കുന്ന സമയമായിരുന്നു. പക്ഷെ നീ പറഞ്ഞിട്ടുണ്ടേ, പറഞ്ഞാൽ മതി, കാശും കൂടി വാങ്ങണ്ട, പറഞ്ഞാൽ മതി, നീ പറഞ്ഞ വാക്ക് പാലിക്കണം എന്ന് മാത്രമേ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളൂ. അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. പിന്നെ കള്ളത്തരവും കാണിക്കരുത്, കച്ചവടത്തിൽ കള്ളത്തരവും കാണിക്കരുത്, പറഞ്ഞ വാക്ക് പാലിക്കണം. ഈ 2 സംഗതി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും സക്സസ്ഫുൾ ആവാമെന്നാണ് വിചാരിക്കുന്നു. ഉപ്പയാണ് റോൾ മോഡൽ.
തീർച്ചയായിട്ടും. അന്ന് ഒരു ലോഡ് കമ്പനിയുമായിട്ട് പോയ കൈരളിയുടെ ഇന്നത്തെ വിറ്റുവരവ് എത്രയാണ്? ഓൾമോസ്റ്റ് 2,000 കോടി മൊത്തം. അന്ന് ബാപ്പാടെ ട്രസ്റ്റായിരുന്നു. അതെ. ഇന്ന് ആ ട്രസ്റ്റിലൂടെ കുറച്ച് പേര് കടം കൊടുത്തവരൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് ആ ഫാമിലിയിൽ എത്ര തൊഴിലാളികളുണ്ട്? അവിടെ മൊത്തം 1,500ഓളം പേര് ഞങ്ങളുടെ കമ്പനിയിലെല്ലാം കൂടെ ആയിട്ട് നമുക്ക് 2 ലക്ഷം ടണ്ണിൻ്റെ കച്ചവടമാണ് വർഷം നടക്കുന്നത്. അതെ. എത്ര ഡീലേഴ്സും എത്ര ഡിസ്ട്രിബ്യൂട്ടേഴ്സും? 500-600ഓളം ഡീലേഴ്സ് ഉണ്ട് നമുക്ക്. ഡീലേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉണ്ട്. ഇന്ന് 2,000 കോടിയാണ് വിറ്റുവരവ്. നാളെ അതിന്മേൽ വലിയ പ്ലാനിങ്ങുകൾ, ഒരുപാട് കമ്പനി പുതിയത് വന്നിട്ടുണ്ട്. ടോട്ടൽ ഗ്രൂപ്പിൻ്റെ ടേൺ ഓവർ നിർബന്ധമായിട്ടും കൂടും. എന്താണ് ഫ്യൂച്ചർ ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് ഇൻ്റഗ്രേഷൻ കൈരളി ഗ്രൂപ്പിൽ നിന്ന് വരുന്നത്? നമ്മളിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൈരളി 2014 തന്നെ ദ ലേറ്റസ്റ്റ് ടെക്നോളജി റോളിംഗ് മില്ല് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണ് നല്ല TMT പ്രൊഡക്ഷൻ വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനിലേക്കാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഫ്രം ദ റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്തു, പ്രൊഡക്ഷൻ തുടങ്ങി. അങ്ങനെ 2 വലിയ ഫർണസ് നമ്മൾ കൈരളിയിൽ വിത്ത് കണ്ടിന്യൂസ് കാസ്റ്റിംഗ്, അങ്ങനെ ഒരു ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ്, നമ്മളത് ശരിക്കും ആക്ച്വലി ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷൻ ആണ് പോയത്. അതുപോലെ തന്നെ ഇൻ ഫ്യൂച്ചർ വാട്ട് വി ആർ പ്ലാനിങ് ഇസ് ഈ ഒരു റോ മെറ്റീരിയലും കൂടിയാണ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. സോ വി ആർ ഗോയിങ് ഫോർ എ പവർ പ്രോജക്ട്സ്, സോളാർ ആൻഡ് ഹൈഡൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മുടെ കമ്പനി പൂർണ്ണമായിട്ടും നമ്മുടെ പവറിൽ വർക്ക് ചെയ്യാൻ പോവാണ്. അതെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇൻ ഫ്യൂച്ചർ നല്ല കോമ്പറ്റീറ്റീവ് പ്രൈസിൽ നമുക്ക് മെറ്റീരിയൽ ഉപഭോക്താക്കളുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസവും. ഈ 2030 ഒരു വിഷൻ നോക്കുകയാണെങ്കിൽ കൈരളി TMTയുടെ ടേൺ ഓവർ എത്രയായിരിക്കും? കൈരളി TMT എന്നുണ്ടാക്കാം, നിങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ടേൺ ഓവർ എത്രയായിരിക്കും? ഇപ്പോൾ കുറേ പ്രൊഡക്റ്റുകൾ ഉണ്ടായില്ല, ഒരു പ്രൊഡക്റ്റാണല്ലോ കൈരളി. 2030 ആകുമ്പോഴേക്കും ഡബിൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഫാമിലിയിലുള്ള മറ്റ് മെമ്പേഴ്സ് എല്ലാം കച്ചവടത്തിലുണ്ട്, അവരെക്കുറിച്ചും കൂടെ ഒന്ന് ജസ്റ്റ് പറയാം. എൻ്റെ വൈഫ് ഒരു ഫാഷൻ ഡിസൈനറാണ്. അവൾക്ക് വേൾഡ് ഓഫ് HY എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡുണ്ട്. അത് ഇവിടെ ഇന്ത്യയിലുമുണ്ട്, ദുബായിലുമുണ്ട്, ഈജിപ്തിലുണ്ട്. അവിടത്തേക്കൊക്കെ എക്സ്പോർട്ടും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ബ്രദറിൻ്റെ വൈഫിന് കാലിക്കറ്റിൽ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ലേഡി ലോഫല്ല എന്ന് പറഞ്ഞിട്ടുള്ള. വളരെ നല്ല, എനിക്ക് തോന്നുന്നു ഇന്ന് കാലിക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നല്ല ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻ്റാണ് ലേഡി ലോഫല്ല. ഒരു ഇറ്റാലിയൻ കുസീനാണ് ആക്ച്വലി. എൻ്റെ മദർ ആണ് ഈ കൈരളി സ്റ്റീൽസ് ആൻഡ് അലോയ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ. എൻ്റെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഉമ്മാനെ തന്നെ ചെയർമാൻ MD ആക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ 2 സിസ്റ്റേഴ്സാണ് എനിക്കുള്ളത്. അവർ കല്യാണം കഴിച്ച് കുട്ടികളായിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു. എന്തായാലും നമ്മുടെ കൂടെ പിന്നെ ഒരു മകള് +2 സയൻസ് പഠിക്കുന്നു. നമ്മളന്ന് പറഞ്ഞ നീറ്റിന് പോകണം. അതെ, നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. മകൻ 6th പഠിക്കുന്നു. മൈഷ മിർഷ. വളരെ വിലപ്പെട്ട സമയമാണ് ശരിക്കും ഞങ്ങളോടൊപ്പം പങ്കുവച്ചത്. ഇത് വളരെ ഇൻഫോർമേറ്റീവായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയത്. എങ്ങനെയാണ് വിശ്വാസം, എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, എങ്ങനെയാണ് കച്ചവടം കൊണ്ടുപോകേണ്ടത്, തോറ്റാൽ എന്ത് ചെയ്യണം, ജീവിക്കാൻ എന്ത് ചെയ്യണം, വളരെ സരസമായിട്ട് സംസാരിച്ചു. നമ്മളോടൊപ്പം ഇത്രയും നേരം സ്പെൻഡ് ചെയ്തതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എന്നോട് പണ്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഹുമയൂണോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പോൾ ഹുമയൂൺ അങ്ങനെ സ്പാർക്കിയിട്ടൊന്നും വിളിക്കണ്ട, പുള്ളി ഇത്തിരി ദേഷ്യമൊക്കെ ആളെ, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടാൻ കുറേ ലേറ്റ് ആയത്. അല്ലല്ല, ഞാനപ്പോൾ ഹുമയൂണിൻ്റെ നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഡയൽ ചെയ്യും കട്ട് ചെയ്യും. വളരെ സിമ്പിളായിട്ട് വന്ന് സംസാരിച്ചു. വളരെ സന്തോഷമുണ്ട് സ്പാർക്കിൻ്റെ ഈ ഹോട്ട് സീറ്റിലേക്ക് വന്നത്. ഇനിയും നിങ്ങളുടെ വിജയങ്ങൾ ഞാൻ താങ്ക് യു പറയും. ഇനിയും നിങ്ങളുടെ വിജയങ്ങൾ തുടരട്ടെ. നന്ദി, നമസ്കാരം.